എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നല്ല കിടിലൻ ട്വിസ്റ്റുള്ള അടിപൊളി ഹൊറർ സ്റ്റോറി കേട്ടാലോ? ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഒന്ന് ലൈക്ക് ചെയ്തോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ. മാഡം, ഞാൻ നിങ്ങളെ ഒത്തിരി വൈകിപ്പിച്ചില്ല എന്ന് കരുതുന്നു. ചിരിച്ചുകൊണ്ട് ഏകദേശം 40 വയസ്സ് പ്രായം വരുന്ന ഓഫീസർ പുറത്തേക്ക് വന്നു. ഓഫീസർ തോമസ് ലിവാനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നായിരുന്നു അദ്ദേഹത്തെ നേരിൽ കണ്ടത്. ഇല്ല സാർ, യാത്രയുടെ ക്ഷീണമുണ്ടായിരുന്നു. ആ ഒരു ക്ഷീണം ഈ കാത്തിരിപ്പിലൂടെ മാറിയിട്ടുണ്ട്. അയാൾ കുറച്ച് പേപ്പർ എനിക്ക് തന്നു. സോ ഇൻസ്പെക്ടർ എലിസബത്ത്, ഇന്നേക്ക് 10-ാം നാൾ, അതായത് ഡിസംബർ 1-ാം തീയതി നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം. ഓക്കെ സാർ. സോ വെൽക്കം ടു ന്യൂ ഓർലാൻഡോ. വളരെ ചെറിയൊരു ഗ്രാമമാണ് ന്യൂ ഓർലാൻഡോ. അതേപോലെ തന്നെ 0 ക്രൈം റേറ്റുള്ള ഗ്രാമം എന്നും പറയും. താങ്ക് യു സാർ. എനിക്കും 1-2 വർഷം ഒരു റിലീഫാകും. അറിയാം എലിസബത്ത്, നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെല്ലാം ഒരാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് എനിക്കറിയാം. തൽക്കാലം എല്ലാം മറന്നേക്ക്. 1 വർഷത്തെ ലീവിന് ശേഷം വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയല്ലേ. ഒരു പുതിയ തുടക്കമാകട്ടെ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ റൂമിലേക്ക് കടന്നു വന്നു. എന്നെ പരിചയമുള്ള ഭാവത്തിൽ അവൻ ചിരിച്ചു. ആരും നോക്കിപ്പോകുന്ന ഭംഗിയായിരുന്നു അവന്. പഴയ ഹോളിവുഡ് സിനിമയിലെ നായകന്മാരെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ മുടി മനോഹരമായി വെട്ടിയൊതുക്കിയിരുന്നു. എലിസബത്ത്, ഇത് ഡിറ്റക്റ്റീവ് എല്ലീസ്. ഇപ്പോൾ ട്രെയിനിങ് പീരീഡിലാണ്. ഇദ്ദേഹം നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. തോമസ് എനിക്ക് അവനെ പരിചയപ്പെടുത്തി തന്നു. എല്ലീസ് മുൻപോട്ട് വന്ന് ചിരിച്ചുകൊണ്ട് ഷേക്ക് ഹാൻഡ് നൽകി. നൈസ് ടു മീറ്റ് യു മാഡം. അവിടുത്തെ പേപ്പറുകളെല്ലാം ശരിയാക്കിയതിന് ശേഷം ഞാനും എല്ലീസും കൂടെ പുറത്തിറങ്ങി കാറിൻ്റെ അടുത്തേക്ക് നീങ്ങി. കാറിൽ അലൻ നല്ല ഉറക്കത്തിലായിരുന്നു. എല്ലീസ്, ഇത് അലൻ, എൻ്റെ മകനാണ്. 2 വർഷം മുന്നേ ഒരു കാർ അപകടത്തിൽ എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു. ഞാനും അലനും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. പക്ഷേ അപകടത്തിന് ശേഷം വല്ലാത്തൊരു പേടിയിലാണ് അവനിപ്പോഴും. എല്ലീസ് അല്പം വിഷമത്തിൽ എന്നെ നോക്കി. അലൻ്റെ സ്വഭാവം ചിലപ്പോൾ എല്ലീസിന് വിചിത്രമായി തോന്നിയേക്കാം. അതുകൊണ്ട് അവൻ്റെ പ്രശ്നം ആദ്യമേ പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു ന്യൂ ഓർലാൻഡോയിലേക്ക്. എല്ലീസ് ആയിരുന്നു വണ്ടി ഓടിച്ചത്. യാത്രക്കിടയിൽ അലൻ കണ്ണു തുറന്നെങ്കിലും പതിവ് പോലെ ഒന്നും സംസാരിക്കാതെ വിദൂരതയിലേക്ക് നോക്കി നിന്നു. അവൻ്റെ അച്ഛനുള്ളപ്പോൾ അവൻ ഇങ്ങനെയല്ലായിരുന്നു. എപ്പോഴും ചിരിയും കുസൃതിയുമായിരുന്നു. എല്ലീസ്, നീ ഇവിടെ വന്നിട്ട് എത്ര മാസമായി? മാഡം, ഞാനിവിടെ വന്നിട്ട് ഏകദേശം 2 മാസം ആവുന്നതേ ഉള്ളൂ. നിനക്ക് എങ്ങനെ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ? സത്യത്തിൽ ഞാനൊരു വിശ്രമത്തിന് വേണ്ടിയാണ് ഇവിടേക്ക് പോസ്റ്റിംഗ് വാങ്ങിയത്. ക്രൈം റേറ്റ് വളരെ കുറവാണെങ്കിലും മാഡം ഉദ്ദേശിച്ചതുപോലെയുള്ളൊരു ഗ്രാമമല്ല ഇത്. ഉദ്ദേശിച്ച പോലെ അല്ല എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ കുറച്ച് ആളുകളെ താമസമുള്ളൂ. ഇവിടെ എന്തൊക്കെയോ രഹസ്യങ്ങളുള്ള പോലെ പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ ഇവിടുത്തെ ആളുകൾ ഒന്നിനെ പറ്റിയും അധികം സംസാരിക്കാറില്ല. പിന്നെ അവർ എന്തെല്ലാമോ അദൃശ്യ ശക്തികളെ ഭയക്കുന്നതായി തോന്നാറുണ്ട്. അങ്ങനെ എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങൾ. അന്ധവിശ്വാസങ്ങളോ? അതേ മാഡം, ഇവിടുത്തെ കേസ് ഫയലുകൾ നോക്കുമ്പോൾ മനസ്സിലാകും. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അലൻ പെട്ടെന്ന് വീണ്ടും എഴുന്നേറ്റു. എല്ലീസ് അവനോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവനൊന്നും മിണ്ടിയില്ല. ഗ്രാമത്തിലൂടെ ഞങ്ങളുടെ വണ്ടി മെല്ലെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും കോൺഫീൽഡുകൾ, ഇടയ്ക്ക് കാണുന്ന പഴയ ഗ്യാസ് സ്റ്റേഷനുകൾ. ഒരു 40 വർഷം പുറകിലേക്ക് സഞ്ചരിച്ച പോലെ തോന്നി. ഇരുട്ടാകുമ്പോഴേക്കും എല്ലീസ് എന്നെ വീടിൻ്റെ മുന്നിലെത്തിച്ചു. അവിടെ 80കളിലെ സിനിമകളിലെ ഓർമ്മിപ്പിക്കുന്ന വേഷത്തിൽ ഒരു മധ്യവയസ്കൻ നിൽക്കുന്നുണ്ടായിരുന്നു. വെൽക്കം മാഡം, ഞാൻ മൈക്കിൾ. നമ്മൾ ആദ്യമായാണ് നേരിൽ കാണുന്നത്. അയാൾ ചിരിച്ചുകൊണ്ട് വീടിൻ്റെ താക്കോൽ എന്നെ ഏൽപ്പിച്ചു. ഇവിടേക്ക് താമസം മാറുമ്പോൾ മുന്നിലുള്ള വലിയൊരു പ്രശ്നമായിരുന്നു നല്ലൊരു വീട്. ക്ലാസിഫൈഡിലെന്ന് മൈക്കിളിൻ്റെ നമ്പർ കണ്ട് വിളിച്ചപ്പോൾ തന്നെ ഈ വീട് അയാൾ ശരിയാക്കി തന്നിരുന്നു. മാഡം, ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, മൈക്കിൾ വിനയത്തോടെ പറഞ്ഞു. മൈക്കിളും എല്ലീസും കൂടെ ഞങ്ങളെ ലഗേജുകൾ എടുക്കാൻ സഹായിച്ചു. മൈക്കിളിന് നൽകാനുള്ള ബാക്കി തുക കൂടി നൽകി അയാളെ സന്തോഷത്തോടെ യാത്രയാക്കി. സോ എല്ലീസ്, താങ്ക് യു. ഒരു 10 മിനിറ്റ് കാത്തിരിക്കാമോ? എങ്കിൽ ഞാൻ കാപ്പി ഇടാം. ഏയ്, നാളെ ആകാം മാഡം, ഇപ്പോൾ ഞാൻ പോട്ടെ. ഓക്കെ, നിന്റെ ഇഷ്ടം. അപ്പോൾ നാളെ മുതൽ നമുക്കിവിടെ ഒന്ന് കറങ്ങണം. പഴയ പ്രധാന കേസുകളെല്ലാം ഒന്ന് പഠിക്കണം. എല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ മാത്രമുള്ള കേസുകളൊന്നും ഇവിടെ ഇല്ല മാഡം. പിന്നെ കേസുകൾ നോക്കിയാൽ ഈ ഗ്രാമത്തിലെ പറ്റിയുള്ള ഒരു ഏകദേശ രൂപം കിട്ടും. ഈ കേസുകളിൽ ഏറ്റവും വ്യത്യസ്തമായ കേസ് എന്താണ് എല്ലീസ്? അത് കേട്ടതും അവൻ്റെ മുഖമാകെ മാറി. എന്തോ ഒരു ഭയം അവൻ്റെ മുഖത്ത് പെട്ടെന്ന് വന്നു. മാഡം, ആ കേസ് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. അതിനെപ്പറ്റി ഓർക്കുകയോ കേസ് ഫയൽ വായിക്കുകയോ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. മറുപടി എന്നോടാണ് പറയുന്നതെങ്കിലും അവൻ്റെ കണ്ണുകൾ ജനലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പുറത്ത് നല്ല ഇരുട്ടായിരുന്നു. എന്താണ് എല്ലീസ്, അത്രയ്ക്കും പ്രശ്നമുള്ള കേസാണോ? അവൻ മറുപടി പറയാതെ വീണ്ടും പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. പുറത്തുള്ള വീട്ടിൽ നിന്നും ലൈറ്റ് പെട്ടെന്ന് ഓണായി. അപ്പോഴേക്കും എല്ലീസ് പേടിച്ച് പുറകോട്ട് പോയി ഡെസ്കിലെ വസ്തുക്കളിലെല്ലാം തട്ടിമറിച്ചു. അവൻ എന്താണ് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായില്ല.
അവൻ പെട്ടെന്ന് തന്നെ പരിഭ്രമിച്ചുകൊണ്ട് ഡെസ്കെല്ലാം ക്ലിയറാക്കി. എല്ലീസ്, എന്തു പറ്റി? അവൻ പെട്ടെന്ന് ആ ജനവാതിൽ അടച്ചു. ഒന്നുമില്ല മേഡം, ഞാൻ പോട്ടെ, നാളെ വിശദമായ കാര്യങ്ങൾ പറയാം. എല്ലീസ് പോകാനിറങ്ങുമ്പോൾ അലൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലീസിനെ നോക്കി. എൻ്റെ മനസ്സിൽ അപ്പോഴും എല്ലീസ് പറഞ്ഞ വാക്കുകളായിരുന്നു. വായിക്കുക പോലും ചെയ്യരുതെന്ന് പറയാൻ മാത്രം എന്തു കുറ്റകൃത്യങ്ങളായിരിക്കും ഈ നാട്ടിൽ നടന്നത്. എന്താണെങ്കിലും എനിക്കും അലനും നല്ലൊരു ഉറക്കം അനിവാര്യമായിരുന്നു. രാവിലെ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ആദ്യം കരുതിയത് എല്ലീസ് ആയിരിക്കുമെന്നാണ്. വാതിൽ തുറന്നപ്പോൾ ഒരു കൊച്ചു സുന്ദരി കയ്യിലൊരു പാത്രവുമായി നിൽക്കുന്നുണ്ടായിരുന്നു. ഹലോ, ഇത് മമ്മ തന്നതാണ്, പാലാണ്. താങ്ക് യു. എന്താ മോളുടെ പേര്? എൻ്റെ പേര് നവോമി. ഞാൻ ഈ കാണുന്ന വീട്ടിലുള്ളതാ. നവോമി സ്കൂളിൽ പോകാറല്ലേ? ഉണ്ട്, ഞാനിപ്പോൾ 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അകത്തേക്ക് വരുന്നോ? നിനക്കിവിടെ ഒരു കൂട്ടുകാരനുണ്ട്, അലൻ. അവനും നിൻ്റെ അതേ ക്ലാസ്സിലാണ്. അതിന് മറുപടി ഒന്നും പറയാതെ നവോമി തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഓടി. ഇന്നലെ വളരെ വൈകി വന്നതുകൊണ്ട് തന്നെ വീടും പരിസരവും ഒന്നും കണ്ടിരുന്നില്ല. പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ സ്ഥലം എത്ര മനോഹരമാണെന്ന് മനസ്സിലായത്. ജനസംഖ്യ വളരെ കുറവായതുകൊണ്ട് തന്നെ അടുത്തടുത്തൊന്നും വീടുകൾ കാണാനില്ല. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് നവോമിയുടെ വീട്. ആ വീട്ടിലെ വെളിച്ചം കണ്ടാണ് ഇന്നലെ എല്ലീസ് ഭയപ്പെട്ട് പിന്നോട്ട് മറിഞ്ഞു വീണത്. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിരുന്നില്ല. അലനെ ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ ഒന്നും സംസാരിക്കാതെ വീട്ടിലിരിക്കുന്ന ആള് ഇന്ന് പുറത്തൊക്കെ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യമൊന്നും അധികം സംസാരിച്ചില്ലെങ്കിലും പിന്നെ നവോമിയും അലനും അതിലേക്ക് കളിച്ചു നടക്കുന്നത് കണ്ടു. നവോമിയുടെ അമ്മ ലിഡിയെ കാണാൻ വളരെയധികം ഭംഗിയുള്ള സ്ത്രീയായിരുന്നു. അലൻ ഞങ്ങളുടെ വീട്ടിൽ അല്പം നേരം നിന്നോട്ടെ എന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ അവനെ സന്തോഷപൂർവ്വം പറഞ്ഞയച്ചു. ഒരു കണക്കിന് അത് എനിക്ക് വളരെയധികം ഉപകാരമായിരുന്നു. കാരണം എല്ലീസ് കേസ് ഫയലുകളുമായി വരുമ്പോൾ സമാധാനമായി എല്ലാം വായിക്കാമല്ലോ. എല്ലീസ് പറഞ്ഞ പോലെ കേസ് ഫയലുമായി വീട്ടിലെത്തിയിരുന്നു. എനിക്ക് വേണ്ടത് നീ ഇന്നലെ പറഞ്ഞ കേസാണ്. നീ എന്നോട് തുറന്നു നോക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞ കേസ്. എല്ലീസ് ബാഗിൽ നിന്ന് ഒരു ചുവന്ന കേസ് ഫയൽ എൻ്റെ മുന്നിൽ വെച്ചു. മേഡം, ഇതാണ് ആ കേസ്, കേസ് 170. എല്ലീസ്, എന്താണ് ഈ കേസിൽ ഇത്ര പ്രത്യേകത? പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം ക്രൈം റേറ്റ് കുറഞ്ഞൊരു ഗ്രാമമാണിത്. പൊതുവെ ജനസംഖ്യ വളരെ കുറവും കേസുകളും വളരെ കുറവാണ്. പക്ഷെ ഇവിടെ വളരെ പ്രധാനമായി തോന്നിയ ഒരു കേസ് ഇത് മാത്രമാണ്. ഇതാണെങ്കിലോ ഇത്രയും ഭീകരമായൊരു കുറ്റം ഞാൻ എൻ്റെ ലൈഫിൽ കേട്ടിട്ട് പോലുമില്ല. എല്ലീസിൻ്റെ മുഖത്ത് വന്ന ആ ഭീതി എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. നീ പോയിക്കോളൂ, നമുക്ക് വൈകുന്നേരം കാണാം. എല്ലീസ് ഒന്ന് ചിരിച്ചുകൊണ്ട് ഗുഡ് ബൈ പറഞ്ഞു. ഒരു കാപ്പി ഞാൻ ഓഫർ ചെയ്തെങ്കിലും അവനത് നിരസിച്ചു. എല്ലീസ് പോയപ്പോൾ തന്നെ ഞാൻ ആകാംക്ഷയോടെ ആ ഫയൽ തുറന്നു നോക്കി. എല്ലീസ് പറഞ്ഞ പോലെ തന്നെ അതിക്രൂരമായൊരു കൊലപാതകം, അതും വെറും 5 വയസ്സുള്ളൊരു പെൺകുട്ടിയെ. തിളച്ച വെള്ളം കൊണ്ട് ആ കുട്ടിയുടെ മുഖമാകെ വികൃതമാക്കിയിരിക്കുന്നു. സംസാരിക്കാതെ ഇരിക്കാൻ നാവ് അറുത്ത് മാറ്റിയിരിക്കുന്നു. ഇരുമ്പ് കമ്പി കൊണ്ട് കഴുത്ത് വലിച്ചു മുറുക്കി കെട്ടിത്തൂക്കിയ സ്ഥിതിയിലായിരുന്നു ബോഡി. അന്നത്തെ പോലീസുകാർ ആ ബോഡി തൊട്ടപ്പോൾ തന്നെ തലയും ഉടലും വേർപെട്ട് നിലത്ത് വീണതായി റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ തന്നെ എൻ്റെ ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നി. പക്ഷെ ഈ വായിച്ചതിലും പേടിപ്പിക്കുന്ന റിപ്പോർട്ടായിരുന്നു തൊട്ടടുത്ത പേജുകളിലുള്ളത്. ആ കുട്ടിയുടെ പുറത്ത് കത്തികൊണ്ട് ഒരു നക്ഷത്ര രൂപം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സാത്താന്റെ സന്തതി, നിന്റെ സ്ഥാനം നരകത്തിലാണെന്ന് അവളുടെ രക്തം കൊണ്ട് ചുവരിൽ ആകെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത റിപ്പോർട്ട് ഞാൻ പലതവണ വായിച്ചു. അതൊരിക്കലും സത്യമാകല്ലേ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. 1970 ഡിസംബർ 1-ാം തീയതി എലീസ എന്ന 5 വയസ്സുള്ള പെൺകുട്ടിയെ അതിക്രൂരമായി കൊന്ന അവളുടെ അമ്മയായ മാർഗരറ്റ് തോംസണെ കൊല്ലാനുള്ള വിധിയുടെ പകർപ്പായിരുന്നു അത്. എല്ലീസ് പറഞ്ഞ പോലെ ആ കേസ് ഒരിക്കലും വായിക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു. മനസ്സിലാകിയ വല്ലാത്തൊരു അസ്വസ്ഥത പോലെ. ജനലിന്റെ ഉള്ളിലൂടെ ലിഡിയയുടെ വീടിന്റെ ഉൾവശം കാണാമായിരുന്നു. അവളുടെ ഭർത്താവ് ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് വർഷത്തിൽ 1-2 തവണ മാത്രമാണ് ഇവിടെ വരുന്നത്. ലിഡിയയുടെയും നവോമിയുടെയും ഒപ്പം അലനും ഇരുന്ന് ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. അച്ഛൻ്റെ മരണശേഷം അവൻ ആകെ ഒരു മൂകതയിലായിരുന്നു. ഫോൺ റിങ് ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചുപോയി. അത്രയ്ക്കും ഭീകരമായിരുന്നു എലീസയുടെ ആ കേസ് വായിച്ചപ്പോഴുള്ള എൻ്റെ അവസ്ഥ. എല്ലീസ ആയിരുന്നു വിളിച്ചത്. മേഡം, ആ കേസ് വായിച്ചോ? ഇല്ല, പകുതിയെ ഞാൻ വായിച്ചുള്ളൂ. നീ പറഞ്ഞത് ശരിയാ, ഞാനൊരിക്കലും ഇത് വായിക്കാൻ പാടില്ലായിരുന്നു. എന്തിനാണ് മാർഗരറ്റ് ആ ചെറിയ കുട്ടി ഇത്രയും ഭീകരമായി കൊന്നതെന്ന് നിനക്കറിയാമോ? എനിക്കിനി അത് വായിക്കാൻ വയ്യ. മേഡം, അത് വളരെയധികം കുഴപ്പിക്കുന്ന ഒരു കേസാണ്. എലീസ തന്നെ പലപ്പോഴും അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും എലീസ സാത്താൻ്റെ കുഞ്ഞാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. സാത്താൻ്റെ കുഞ്ഞോ? അതെ, മാർഗരറ്റിന്റെ അഭിപ്രായത്തിൽ കുട്ടികളാണ് സാത്താന് ഈ ലോകത്ത് വരാനുള്ള എളുപ്പവഴി. കാരണം സാത്താന ആളുകളെ കബളിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. കുട്ടികളാകുമ്പോൾ അത് എളുപ്പത്തിൽ സാധിക്കും. ആ സ്ത്രീക്ക് മാനസികമായി വല്ല പ്രശ്നമുണ്ടായിരുന്നുവോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല മേഡം. കാരണം മാർഗരറ്റ് വളരെ പാവമായിരുന്നു എന്നാണ് മനസ്സിലായത്. അതുമാത്രമല്ല, പലതവണയായി അവർ അപകടത്തിൽപ്പെട്ടിരുന്നു. എല്ലാം എലീസ ചെയ്തതാണെന്നാണ് അവരുടെ വാദം. എലീസയോ 5 വയസ്സുള്ള ആ കുട്ടിയോ?
അതെ, മേഡത്തിന് ഇത്തരം പ്രേതകഥകളിൽ വിശ്വാസമുണ്ടോ? എല്ലീസ്, അതെനിക്കറിയില്ല. ഇത്തരം കാര്യങ്ങൾ എനിക്കിപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. കാരണം ഭർത്താവിൻ്റെ മരണശേഷമാണ് ഞാൻ ആത്മാക്കളെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അവർക്ക് നമ്മളോട് സംസാരിക്കാനും മറ്റും പറ്റുമെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവിനോട് ഒരിക്കൽ കൂടി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓ, നീ ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്. ആ ആക്സിഡൻറ്റിന് ശേഷം ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകുന്നതാണ്. മേഡം, ഞാൻ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഈ കേസിനെ പറ്റി നാട്ടുകാർക്കാർക്കും സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ലായിരുന്നു. ഇത്രയും പഴയ കേസായതിനാൽ വളരെ കഷ്ടപ്പെട്ടാണ് പല കാര്യങ്ങളും കണ്ടെത്തിയത്. മേഡം ചോദിച്ചില്ലേ ഇന്നലെ അടുത്ത വീട്ടിലെ ലൈറ്റ് കണ്ടിട്ട് ഞാൻ എന്തിനാ ഭയപ്പെട്ടതെന്ന്? അതെ, നീ എന്തിനാണ് ലിഡിയയുടെ വീട്ടിലേക്ക് നോക്കി പേടിച്ചത്? മേഡം, കേസ് ഫയലിൽ അവസാനത്തൊരു ഫോട്ടോയുണ്ട്. അത് നോക്കിയാൽ മേഡത്തിന് മനസ്സിലാവും. നീ തെളിച്ചു പറ. മേഡത്തിന്റെ അയൽവാസികൾ താമസിക്കുന്ന ആ വീട്ടിൽ വെച്ചാണ് വർഷങ്ങൾക്ക് മുന്നേ മാർഗരറ്റ് എലിസയെ കൊന്നത്. എല്ലീസ് പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉടലെടുത്തു. കേസ് ഫയലിൽ അവസാനത്തെ പേജിൽ ആ വീടിൻ്റെ ഫോട്ടോയുണ്ടായിരുന്നു. ഇപ്പോൾ പെയിൻ്റൊക്കെ മാറ്റി പുതുക്കിയെങ്കിലും ആ വീടിന് ഇപ്പോഴും വലിയ മാറ്റമുണ്ടായിരുന്നില്ല. ഞാനൊരു നിമിഷം പേടിയോടെ ജനലിലൂടെ ആ വീടിനെ തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് ജനലിൻ്റെ അരികിൽ നവോമിയെ കണ്ടത്. അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് ചിരിച്ചെങ്കിലും അവളുടെ മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായിരുന്നില്ല. ഇമ പോലും വെട്ടാതെ അവൾ എൻ്റെ നേർക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അവളുടെ മുഖത്തൊരു പുഞ്ചിരി കണ്ടു. അപ്പോൾ തന്നെ അവൾ ശക്തിയിൽ വാതിലടച്ചു. ഞാൻ എല്ലീസിന്റെ ഫോൺ കട്ട് ചെയ്തു. അലൻ, എൻ്റെ ശരീരമാസകലം ഒരു വിറയൽ അനുഭവപ്പെട്ടിരുന്നു. മനസ്സിൽ എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന ചിന്തകൾ ഉടലെടുത്തിരുന്നു. വേഗം തന്നെ ലിഡിയയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. എന്നെ കണ്ടതും ലിഡിയ പെട്ടെന്ന് വാതിൽ തുറന്നു. ഹലോ എലിസബത്ത്. അവൾ സന്തോഷത്തോടെ എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. മനോഹരമായൊരു വീടായിരുന്നു അത്. ഞാൻ വന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ അലൻ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ തൊട്ടു പിന്നാലെ നവോമിയും വന്നിരുന്നു. ചെറിയ കുട്ടിയാണെങ്കിലും അവളുടെ മുഖത്ത് എന്തൊക്കെയോ ദുരൂഹത ഉള്ളതുപോലെ തോന്നിയിരുന്നു. എലിസബത്ത്, എന്താണ് നിനക്ക് കുടിക്കാൻ വേണ്ടത്? ലിഡിയ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നീട് ഒരിക്കലാകാം. ഞാൻ അലനെ ഒന്ന് വീട്ടിലേക്ക് കൂട്ടാൻ വന്നതാ. എൻ്റെ മറുപടി കേട്ടതും അവരുടെ 3 പേരുടെയും മുഖത്തൊരു സങ്കടമുണ്ടായിരുന്നു. അയ്യോ, കുട്ടികൾക്ക് കുറച്ച് സമയം കൂടി കളിച്ചിരിക്കാമായിരുന്നു. അതിനെന്താ, ഇനിയും സമയമുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് അലന് ഒരു മരുന്ന് നൽകാനുണ്ട്. അവനെ കുളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു ചെറിയ യാത്രയുമുണ്ട്. കുറച്ചു നേരം അവിടെ സംസാരിച്ച് നിന്നതിന് ശേഷം ഞാൻ അലനെയും കൂട്ടി വീട്ടിലേക്ക് പോന്നു. അവിടുത്തെ ചുമരുകളിൽ പല സ്ഥലങ്ങളിലും നക്ഷത്രത്തിന്റെ ചിഹ്നം വരച്ചു വെച്ചത് വളരെ വിചിത്രമായി തോന്നി. കൊല്ലപ്പെട്ട എലിസയുടെ പുറത്ത് വരച്ചെന്ന് പറയപ്പെടുന്ന അതേപോലത്തെ ചിത്രങ്ങൾ. ഇത്തരം ചിന്തകളും പേടിയും ഒരിക്കലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചേരുന്നതല്ല എന്ന് എനിക്കറിയാം. പക്ഷെ അലന്റെ കാര്യത്തിൽ എനിക്കൊരു റിസ്ക് എടുക്കാൻ കഴിയില്ലായിരുന്നു. അലനെ ടിവിയുടെ മുന്നിലാക്കി ഞാൻ മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും എല്ലീസ് അവിടെ എത്തിയിരുന്നു. എല്ലീസ്, ഈ വീടുകളൊക്കെ മൈക്കിളിന്റെ സ്ഥലത്തുള്ളതല്ലേ? അയാൾക്ക് ഇതിനെപ്പറ്റി വല്ലതും അറിയാമോ? മേഡം, മൈക്കിളിന്റെ പ്രധാന വരുമാനം ഈ വീടുകളിലെ വാടകയും പട്ടണത്തിലെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റും മാത്രമാണ്. ആളുകൾ ഇങ്ങോട്ട് വരാൻ ഭയക്കുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയാമെങ്കിലും അയാളൊന്നും സംസാരിക്കില്ല. വേറെ ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ പറ്റുമോ? ഞാൻ മേഡത്തിനെ കണ്ട ദിവസം പറഞ്ഞൊരു കാര്യം ഇതാണ്. ഈ കാര്യങ്ങളൊന്നും തന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ളതല്ല. പിന്നെ മൈക്കിളിന്റെ അമ്മയ്ക്ക് ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റും. അമ്മയ്ക്കോ? അതെ, നല്ല പ്രായത്തിൽ അവരായിരുന്നു ഈ വീടുകൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർക്ക് നല്ല പ്രായമുണ്ട്. അതിൻ്റെ വയ്യായികയുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ മൈക്കിൾ അവരെ അനുവദിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ മാർഗരറ്റിനെ പറ്റി പിന്നെ എന്തെങ്കിലും വിവരം ലഭിച്ചിരുന്നു? ഞാൻ അന്വേഷിച്ചിരുന്നു മേഡം. അവർക്ക് വധശിക്ഷയായിരുന്നല്ലോ അന്ന് ലഭിച്ചത്. ഏകദേശം 3 വർഷം മുന്നേ അത് നടപ്പാക്കി. മരിക്കുന്നതിന് തൊട്ടു മുന്നേ വരെ അവർ എലിസയെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ജയിലിലെ വാർഡന്മാർ പറഞ്ഞത്. എലിസയുടെ പുറത്ത് കത്തികൊണ്ട നക്ഷത്രത്തിന്റെ ചിഹ്നങ്ങൾ വരച്ചതായി റിപ്പോർട്ടിൽ കണ്ടിരുന്നു. അതിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയാവോ? അത് വളരെ കുഴപ്പിക്കുന്നൊരു ചോദ്യമാണ്. ഞാൻ പല ആളുകളോടും അതിനെപ്പറ്റി അന്വേഷിച്ചു. കുറെ ആളുകൾ പറഞ്ഞത് അത് ചെകുത്താന്റെ ചിഹ്നമാണെന്നാണ്. ചിലർ പറഞ്ഞത് അത് പിശാചിനെ ഓടിക്കാനുള്ള ചിഹ്നമാണെന്നാണ്. ഈ നാട്ടുകാർക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിശ്വാസമാണ്. സംസാരത്തിന്റെ ഇടയിൽ ഞങ്ങൾ 2 പേരും ലിഡിയയുടെ വീട്ടിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരിവിടെ വന്നിട്ട് എത്ര നാളായി എന്ന് അറിയാവോ? അവരിവിടെ വന്നിട്ട് അധികം നാളായില്ല. പക്ഷെ എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർഗരറ്റിന്റെ കേസിൽ സംഭവിച്ചതുപോലെ തന്നെ ലിഡിയയ്ക്കും 1-2 തവണ അപകടങ്ങൾ സംഭവിച്ചിരുന്നു. അപകടങ്ങളോ? അതെ, ഒരിക്കൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. വളരെ അത്ഭുതകരമായാണ് അന്ന് അവർ രക്ഷപ്പെട്ടത്. അവിടുത്തെ കുട്ടി കളിക്കുമ്പോൾ അറിയാതെ സ്വിച്ച് ഓൺ ആയി പോയതാണെന്നാണ് പറഞ്ഞു കേട്ടത്. എല്ലീസ് എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായിരുന്നു. അവന് തോന്നാൻ സാധ്യതയുള്ള എല്ലാ സംശയങ്ങളും എനിക്കും തോന്നി തുടങ്ങിയിരുന്നു. എല്ലീസ് പറഞ്ഞതനുസരിച്ച് എലിസയുടെ കൊലപാതകത്തിന് ശേഷം ആ വീട്ടിൽ പിന്നീട് ആരും തന്നെ താമസിക്കാൻ വന്നിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ലിഡിയയുടെ ഫാമിലി അവിടെ എത്തിയത്. പണ്ട് മാർഗരറ്റും മകളും ആ വീട്ടിൽ താമസിച്ചപ്പോൾ നടന്ന പോലെ വീണ്ടും സംഭവിക്കാൻ പോകുമോ എന്നാണ് എല്ലീസിന്റെ ഭയം.
ചില കാര്യങ്ങൾ കൂട്ടി വായിച്ചപ്പോൾ എനിക്കും അതേ സംശയം തോന്നി തുടങ്ങിയിരുന്നു. എല്ലീസ്, എന്താണെങ്കിലും ആ വീട്ടിലേക്ക് എൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാകും. തൽക്കാലം ഈ കാര്യങ്ങളൊന്നും നമ്മൾക്ക് ആരോടും പറയാൻ സാധിക്കില്ല. അറിയാം മാഡം. നീ പറഞ്ഞത് മൈക്കിളിന് സിറ്റിയിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്നല്ലേ? അതെ, അയാൾ ആഴ്ചയിൽ 2-3 ദിവസം അവിടെയാണ് താമസം. അയാളില്ലാത്തപ്പോൾ അമ്മയെ നോക്കാൻ ഒരു ഹോം നേഴ്സ് ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, അയാൾ പട്ടണത്തിലേക്ക് പോയെന്നറിഞ്ഞാൽ എന്നെ വിവരം അറിയിക്കണം. നമുക്ക് അയാളുടെ അമ്മയെ പോയെന്ന് കാണാം. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവോമി പുറത്തു വന്ന് ഞങ്ങളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾ ഓടി അടുത്തേക്ക് വന്നു. എല്ലീസ്, ഈ സുന്ദരിയാണ് നവോമി. ഹായ് നവോമി. എല്ലീസ് അവളെ അഭിസംബോധന ചെയ്തു. എല്ലീസിന് അറിയാമോ, നവോമി നല്ലപോലെ ചിത്രം വരയ്ക്കും. അത് കേട്ടപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് കൈ നിവർത്തി കാണിച്ചു. കൈകളിൽ മനോഹരമായ ഒരു നക്ഷത്രം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും എല്ലീസും പരസ്പരം ഒന്ന് നോക്കി. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവൻ അവളുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. മോളെ, ഈ നക്ഷത്രം എന്തിനാ ഇങ്ങനെ വരച്ചു വച്ചേക്കുന്നത്? അതൊരു രഹസ്യമാണ്. ഇത് വരച്ചാൽ പ്രേതങ്ങളൊന്നും എൻ്റെ അടുത്ത് വരില്ല. ആ കുട്ടിയുടെ മറുപടി കേട്ട് ഞാനൊന്ന് ഞെട്ടി. ഇതൊക്കെ മോളോട് ആരാ പറഞ്ഞേ? അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. നവോമി, പറ, മോൾ ഇതൊക്കെ എങ്ങനെ പഠിച്ചതാ? അവൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്കും ലിഡിയ അവളെ വിളിച്ചു. എങ്കിലും അവൾ മെല്ലെ എന്നോടൊരു കാര്യം പറഞ്ഞു. അത് കേട്ടതും ഞാനും എല്ലീസും ഞെട്ടി വിറച്ചുപോയി. അന്ന് രാത്രി എനിക്ക് ഉറക്കം തീരെ വന്നിരുന്നില്ല. നവോമി എലിസയെ പറ്റി എങ്ങനെ അറിഞ്ഞു എന്ന ചിന്തയായിരുന്നു മനസ്സിൽ മുഴുവനും. അലന്റെ റൂമിൽ പലതവണ പോയി അവന് പ്രശ്നമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി. ജനവാതിലിലൂടെ ലിഡിയയുടെ വീട് തന്നെ കുറേ സമയം നോക്കി നിന്നു. രാത്രി ഏകദേശം 1 മണിയായിട്ടും അവിടെ പ്രകാശമുണ്ടായിരുന്നു. പലപ്പോഴും ജനലിന്റെ അരികിൽ അവരുടെ മങ്ങിയ രൂപം കാണാമായിരുന്നു. അവരെന്നെ നിരീക്ഷിക്കുകയാണോ എന്ന് പലപ്പോഴും തോന്നിയിരുന്നു. പ്രശ്നമൊന്നുമില്ലല്ലോ. ഫോൺ എടുത്തപ്പോൾ എല്ലീസിന്റെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു. എല്ലീസിന്റെ കമ്പനി എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഹസ്ബൻഡിന്റെ മരണശേഷം തീർത്തും ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു എൻ്റേത്. സമയം വളരെ വൈകിയെങ്കിലും എല്ലീസിനെ ഒന്ന് വിളിക്കാമെന്ന് കരുതി ഇരുന്നപ്പോഴാണ് അവൻ്റെ മെസ്സേജ് വന്നത്. പിന്നെ വേണ്ട എന്ന് തോന്നി. ചെറുതായി ഉറക്കം വന്ന് തുടങ്ങിയിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ തോന്നുന്നത് ഇവിടെ നിന്നും മാറിയാലോ എന്നാണ്. പക്ഷേ പേടികൊണ്ട് മാറുകയാണെന്ന് പറഞ്ഞാൽ ഫിറ്റല്ല എന്ന കാരണത്താൽ വീണ്ടും 1 വർഷം ജോലിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. താഴത്തെ മുറിയിൽ നിന്നും ആരോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേടിച്ച് പെട്ടെന്ന് തന്നെ താഴത്തെ മുറിയിലേക്ക് ഓടി. നോക്കിയപ്പോൾ അലനാണ്. അവൻ അടച്ച മുറിയിലേക്ക് വിരൽ ചൂണ്ടി പേടിയോടെ എന്നെ നോക്കി തന്നെ നിൽപ്പാണ്. എന്താണെന്ന് പലതവണ ചോദിച്ചിട്ടും അവനൊന്നും മിണ്ടിയില്ല. ആ മുറിയിൽ ആരോ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അലൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. മമ്മ, പപ്പ. അലൻ കരയാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ ചോരയിൽ കുളിച്ച രൂപത്തിൽ അലന്റെ അച്ഛൻ മുറിയിൽ നിന്നും പുറത്തു വന്നു. തലയുടെ പകുതി ഭാഗം ആക്സിഡന്റിൽ ചീന്തി മാറിയിരുന്നു. കണ്ണിൽ നിന്നും രക്തം കണ്ണുനീർ പോലെ ഒലിച്ചിറങ്ങിയിരുന്നു. നീ കാരണമാണ് എലിസബത്ത് ഞാൻ മരിച്ചത്. എൻ്റെ മകനെ ഞാൻ പിരിയേണ്ടി വന്നത് എല്ലാം നീ കാരണമാണ്. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം ഉടലെടുത്തു. ആ ആക്സിഡന്റ് എൻ്റെ കുഴപ്പം കൊണ്ടല്ലായിരുന്നു അന്ന് സംഭവിച്ചത്. ഞാൻ കാരണമാണ് അവൻ്റെ പപ്പ മരിച്ചതെന്നല്ലേ അലൻ വിശ്വസിക്കുക? ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അലൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. മമ്മയാണോ പപ്പയെ കൊന്നത്? അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നുപോയി. അന്ന് അപകടത്തിൽപ്പെട്ടപ്പോഴുള്ള അതേ കരച്ചിൽ ആ റൂമാകെ നിറഞ്ഞു. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ എന്തോ ഒരു വലിയ ശബ്ദം കേട്ടപ്പോൾ ഞാൻ വീണ്ടും കണ്ണു തുറന്നു. അപ്പോഴാണ് എല്ലാം സ്വപ്നമാണെന്ന് മനസ്സിലായത്. ശരീരമാകെ വിയർത്തിരുന്നു. അപ്പോൾ തന്നെ പുറത്തു നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അലൻ റൂമിലുണ്ടെന്ന് ഉറപ്പിച്ച ശേഷം ഞാൻ പുറത്തേക്ക് ഓടി. പുറത്തു ചെന്നപ്പോൾ വീടിന്റെ മുന്നിൽ ലിഡിയയും നവോമിയും ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. എന്തുപറ്റി? എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആ ദുസ്വപ്നം എനിക്ക് തന്ന ഷോക്ക് ഇതുവരെ മാറിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ബെഡിനരികിലെ കർട്ടന് തീ പിടിച്ചു. ലിഡിയ കിതച്ചുകൊണ്ട് പറഞ്ഞു. തീ പിടിച്ചെന്നോ? അതെ, എങ്ങനെ പറ്റിയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്തോ ഭാഗ്യം കൊണ്ട് കൃത്യസമയത്ത് ഞാൻ ഉണർന്നുപോയി. നോക്കിയപ്പോൾ ലിഡിയയുടെ കൈ ഒരു ഭാഗത്ത് പൊള്ളി ചുവന്നിരുന്നു. ലിഡിയ, പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് പോകണം. നവോമിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല. ലിഡിയ പേടിച്ചുകൊണ്ട് നവോമിയെ പരിശോധിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഒരു കാർ അവിടേക്ക് വന്നു. മൈക്കിളായിരുന്നു അത്. മാഡം, പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പോകാം. മൈക്കിൾ കാറിൽ നിന്നും ഇറങ്ങി വന്നു. അയാളാകെ പേടിയിലായിരുന്നു. മൈക്കിൾ, നിങ്ങളൊരു ഉപകാരം ചെയ്യാമോ? എൻ്റെ മകൻ അലൻ ഇവിടെയുണ്ട്. നിങ്ങൾ അവനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവരെ ഞാൻ കൊണ്ടുപോകാം. ഒരു സ്ത്രീ ഒപ്പം പോകുന്നത് നല്ലതാണെന്ന് മൈക്കിളിന് തോന്നി. അദ്ദേഹത്തെ അവിടേക്ക് ഞാൻ വണ്ടിയെടുത്ത് ആശുപത്രിയിലേക്ക് പോയി. നവോമി കാറിൻ്റെ പിറകിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. നിങ്ങൾക്കിതിനു മുന്നേയും ഈ വീട്ടിൽ നിന്നും പ്രശ്നമുണ്ടായിരുന്നോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വരുന്നതിന് മുന്നേയും ഓരോരോ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഭാഗ്യം കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല എന്ന് കരുതിയാൽ മതി. കൈക്ക് നല്ല വേദന ഉണ്ടെന്ന് അവളുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും.
ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞാൽ ലിഡിയ മോശമൊന്നും കരുതരുത്. എന്താണ് എലിസബത്ത്? അവൾ സംശയത്തോടെ എന്നെ നോക്കി. നവോമിയോട് ഈ കാര്യം ചോദിക്കുകയും ചെയ്യരുത്. ഇല്ല. അവൾ വല്ല പ്രശ്നവും ഉണ്ടാക്കിയോ? കാർ ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നവോമി ഉറങ്ങുകയാണെന്ന് ഞാൻ പുറകോട്ട് നോക്കി ഉറപ്പുവരുത്തിയിരുന്നു. ഈ എലിസ എന്നൊരു പെൺകുട്ടിയെ പറ്റി അവൾ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അവളെ പറ്റി വല്ലതും അറിയാമോ? അത് കേട്ടപ്പോൾ ലിഡിയയുടെ മുഖമാകെ മാറിയിരുന്നു. ആ കാര്യം ഞങ്ങളാരും തന്നെ സംസാരിക്കാറില്ല. ഞങ്ങളിവിടെ വന്ന സമയത്ത് മൈക്കിളിൻ്റെ അമ്മ നവോമിയെ കണ്ടപ്പോൾ പറഞ്ഞു കൊടുത്ത ഓരോരോ കഥകളാണതൊക്കെ. ആ സ്ത്രീക്ക് എന്തോ മാനസിക തകരാറുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും കുട്ടികളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമോ? മൈക്കിളിൻ്റെ അമ്മയോ? അതെ, അവർക്ക് ഇപ്പോഴാണ് തീരെ വയ്യാതെയായത്. അവരോട് സംസാരിച്ചതിന് ശേഷമാണ് നവോമി ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങിയത്. എല്ലീസ് പറഞ്ഞ പോലെ മൈക്കിളിൻ്റെ അമ്മയ്ക്ക് മാത്രമേ ഈ കാര്യത്തിൽ ഞങ്ങളെ എന്തെങ്കിലും സഹായിക്കാൻ കഴിയൂ എന്ന് മനസ്സിലായി. ആശുപത്രിയിലെത്താനായപ്പോഴാണ് എല്ലീസിൻ്റെ കോൾ വന്നത്. അവനെല്ലാം അറിഞ്ഞു കാണും. ഹലോ എല്ലീസ്. മാഡം, ഒരു കാര്യമുണ്ടായിരുന്നു. യെസ് എല്ലീസ്, എന്താ, എന്ത് പറ്റി? മൈക്കിളില്ലേ, അദ്ദേഹത്തിൻ്റെ അമ്മ അല്പം മുന്നേ മരണപ്പെട്ടു. എല്ലീസ് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കാകെ തല ചുറ്റുന്ന പോലെ തോന്നി. ഞാൻ ഞെട്ടിയത് കണ്ട് കാര്യമറിയാതെ ലിഡിയയും എന്നെ നോക്കി നിന്നു. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഫ്രഞ്ച് നിർമ്മിതിയിൽ പണിതീർത്ത ഒരു ഇരുനില കെട്ടിടമായിരുന്നു അത്. നല്ല മൂടൽമഞ്ഞുള്ളതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഭംഗി ആ സ്ഥലത്തിനുണ്ടായിരുന്നു. പക്ഷെ ആശുപത്രിയുടെ ഉൾവശം വളരെ പേടിപ്പിക്കുന്ന രീതിയിലാണ്. പഴഞ്ചൻ രീതിയിലുള്ള കിടക്കകളും ഉപകരണങ്ങളും എല്ലാം ഓരോരോ ഭാഗത്ത് കൂട്ടിയിരിക്കുന്നു. ലിഡിയയെയും നവോമിയെയും ഡോക്ടർ പെട്ടെന്ന് തന്നെ പരിശോധിക്കാനായി അകത്തേക്ക് വിളിച്ചു. അനാവശ്യമായ ഓരോരോ ചിന്തകൾ കൊണ്ട് ഞാൻ വല്ലാതെ ക്ഷീണിച്ച പോലെ തോന്നിയിരുന്നു. വിസിറ്റർ റൂമിലെ പഴയ തുരുമ്പിച്ച കസാരയിൽ ഞാൻ മെല്ലെ തല ചായ്ച്ചിരുന്നു. അപ്പോഴാണ് ചെവിയിൽ അലൻ്റെ ശബ്ദം മുഴങ്ങി കേൾക്കാൻ തുടങ്ങിയത്. മമ്മ കാരണമല്ലേ പപ്പ മരിച്ചത്? അല്ല മോനെ. എനിക്ക് ഹൃദയത്തിൽ ഒരു കത്തി കയറ്റുന്ന പോലെ ഒരു വേദന വരാൻ തുടങ്ങി. അലൻ്റെ പപ്പയുടെ കരച്ചിൽ ചെവിയിൽ വീണ്ടും കേൾക്കാൻ തുടങ്ങിയ പോലെ തോന്നി. കുറച്ചു സമയം ഒരു നിശബ്ദതയുണ്ടായിരുന്നു. ആൻറ്റി, ഞാൻ എൻ്റെ മമ്മയെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാ. നവോമിയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നുപോയി. കണ്ണു തുറന്നപ്പോൾ അടുത്ത ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോഴാണ് പ്രായമായൊരു സ്ത്രീ മുന്നിലേക്ക് വന്നത്. ആശുപത്രിയിലെ ഒരു നഴ്സായിരുന്നു അത്. നിങ്ങളാണോ ലിഡിയയുടെ ഒപ്പം വന്നത്? അതെ. കുറച്ചു സമയം കൂടി ഇവിടെ കാത്തിരിക്കേണ്ടി വരും. ഓക്കെ. അവർ എൻ്റെ അടുത്ത കസാരയിൽ വന്നിരുന്നു. അവരോട് കുറച്ച് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നി. മാഡം, ഞാൻ ഈ നാട്ടിൽ പുതിയ ആളാണ്. എനിക്ക് ഇവിടത്തെ പറ്റി കൂടുതൽ അറിയാൻ വല്ലാത്തൊരു ആഗ്രഹം തോന്നുന്നു. ഈ നാടോ? അവരെന്നെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് തുടർന്നു. എനിക്ക് ഈ നാട് അത്ര രസകരമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതെന്താ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ അറിയില്ല. ഇവിടെ ആകെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് എപ്പോഴും. ആളുകളാണെങ്കിലോ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന പോലെ തോന്നാറുണ്ട്. അതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ? അത് കേട്ടപ്പോൾ അവർ വീണ്ടും ചിരിച്ചു. അവരടുത്തുള്ള ക്ലോക്കിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, ഈ സമയത്തിൻ്റെ പ്രത്യേകത അറിയില്ലേ? ക്ലോക്കിൽ സമയം ഏകദേശം പുലർച്ചെ 4 മണിയോടടുത്തിരുന്നു. ഇല്ല. ഞാൻ ഏകദേശം 40 വർഷമായി ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടന്നിട്ടുള്ളത്. അവർ പറഞ്ഞത് കേട്ടപ്പോഴാണ് ഞാൻ മൈക്കിളിൻ്റെ അമ്മയുടെ കാര്യം ഓർത്തത്. എല്ലീസ് വിളിച്ചത് വെച്ച് നോക്കുമ്പോൾ അവർ മരിച്ചത് ഏകദേശം 3 മണിക്ക് ശേഷമാണ്. അതൊക്കെ ഒരു തോന്നൽ മാത്രമല്ലേ? ചിലപ്പോൾ ആയിരിക്കാം. ഞങ്ങൾ ഈ 3 മുതൽ 4 വരെയുള്ള സമയത്തെ ഡെവിൾസ് ഹവർ എന്നാണ് വിളിക്കാറ്. ഡെവിൾസ് ഹവറോ? അതെ. ജീസസിനെ കുരിശിലേറ്റിയത് വൈകുന്നേരം 3 മണിക്കാണ്. അതിൻ്റെ നേരെ എതിരെയായുള്ള സമയം. എലിസയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവളുടെ മരണം പുലർച്ചെ 3 മണിക്കാണെന്ന് വായിച്ച കാര്യം പെട്ടെന്ന് മനസ്സിൽ വന്നു. സിസ്റ്റർ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? ഈ നാട്ടുകാർ എന്തിനാണ് നക്ഷത്ര ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതെന്നറിയാവോ? ഈ നാട്ടുകാരും അത് വരയ്ക്കാറില്ല. അത് ചെകുത്താനെ വിളിച്ചു വരുത്താൻ ഇവിടുത്തെ മന്ത്രവാദികൾ പണ്ട് വരയ്ക്കാറുള്ള പ്രധാന ചിത്രമാണ്. പുറംനാട്ടിൽ നിന്നും ഇവിടെ വന്ന് താമസിക്കുന്നവർ ടാറ്റു ആയും മറ്റും ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. പെട്ടെന്ന് ഉള്ളിലെന്തോ ഒരു പേടി വന്നു. ലിഡിയ! ഞാൻ മനസ്സിലറിയാതെ മന്ത്രിച്ചുകൊണ്ട് എഴുന്നേറ്റു. പക്ഷെ പെട്ടെന്ന് കരണ്ടും പോയി. അവിടെയാകെ ശക്തമായി ഇരുട്ടായിരുന്നു. എത്ര ധൈര്യമുള്ള ആളാണെങ്കിലും ഒന്ന് പേടിച്ചു പോകുമായിരുന്നു ആ അന്തരീക്ഷത്തിൽ. ഫോണിലെ വെളിച്ചമുണ്ടായിട്ടും ഒന്നും വ്യക്തമല്ലായിരുന്നു. എൻ്റെ പരിഭ്രാന്തി കണ്ടപ്പോൾ നേഴ്സാകെ ഭയപ്പെട്ടതുപോലെ തോന്നി. ഏയ്, ഞാൻ ഒരു നേരം പോക്കിന് ഓരോന്ന് പറഞ്ഞതാണ്. നിങ്ങൾ പേടിക്കാതിരിക്കുക. അതല്ല സിസ്റ്റർ, എനിക്ക് ലിഡിയയെയും നവോമിയെയും കാണണം. നിങ്ങൾ വെയിറ്റ് ചെയ്യേ. ജനറേറ്റർ ഇപ്പോൾ ഓണാക്കും. ലിഡിയക്കോ നവോമിക്കോ എന്തെങ്കിലും ആപത്ത് വരുമെന്ന പേടിയായിരുന്നു എൻ്റെ ഉള്ളിൽ മുഴുവനും. വേറെ മാർഗമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് എല്ലീസ് വിളിച്ചത്. മാഡം, അവിടെ നിന്ന് ഇറങ്ങാനായോ? ഇല്ല എല്ലീസ്, നീ അലനെ നോക്കണം. അലൻ എൻ്റെ ഒപ്പം തന്നെയുണ്ട്. അവൻ നല്ല ഉറക്കത്തിലാണ്. മൈക്കിളിൻ്റെ അമ്മ മരിച്ചതറിഞ്ഞപ്പോൾ തന്നെ ഞാനിവിടെ എത്തിയിരുന്നു. താങ്ക് യു എല്ലീസ്. നീ ഉള്ളതാണ് എൻ്റെ ആകെയുള്ള ധൈര്യം. എനിക്കാകെ ഒരു പേടി പോലെ. എന്തു പറ്റി മാഡം? അറിയില്ല. നീ പറഞ്ഞ പോലെ ഈ നാട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഓരോന്ന് ചിന്തിച്ച് എനിക്ക് ആകെ എന്തൊക്കെയോ ഒരു വയ്യായിക പോലെ. മാഡം ടെൻഷനാകണ്ട. ലിഡിയയും നവോമിയും എപ്പോഴും നമ്മുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ടല്ലോ.
കുറച്ചുനേരം എല്ലീസിനോട് സംസാരിച്ചപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം കിട്ടിയിരുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം ഞാൻ ചിന്തിക്കുന്നത്. എന്തിനായിരിക്കും മൈക്കിളിൻ്റെ അമ്മ പിശാചിനെ വിളിച്ചു വരുത്താൻ ഉപയോഗിക്കുന്ന നക്ഷത്ര ചിഹ്നം നവോമിയെ പഠിപ്പിച്ചത്? എല്ലീസ് ഇത്രയും കാലം അന്വേഷണം നടത്തിയിട്ടും ആ ചിഹ്നത്തിൻ്റെ ശരിയായ ഉപയോഗം കണ്ടെത്താനായില്ല. ഒരു ഭാഗ്യം പോലെ അതിന്ന് വ്യക്തമായിരിക്കുന്നു. മങ്ങിയ വെളിച്ചത്തിൽ ആശുപത്രി ജോലിക്കാർ മരണപ്പെട്ട ആളുകളെ സ്ട്രെച്ചറിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് കാണാമായിരുന്നു. മരണത്തിൻ്റെ രൂക്ഷഗന്ധം അവിടെയാകെ പരന്നതുപോലെ എനിക്ക് തോന്നിയിരുന്നു. പല കേസുകളും ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും മാനസികമായി പ്രയാസത്തിലാക്കിയ മറ്റൊരു കേസ് ഇല്ല എന്ന് തന്നെ പറയാം. കൃത്യമായി ഒരു ഉത്തരം കിട്ടാതെ പെരുവഴിയിലായ അവസ്ഥ. എന്തൊക്കെയോ ആലോചിച്ച് അവിടെ ഇരുന്ന് അല്പം മയങ്ങിപ്പോയിരുന്നു. വെളിച്ചം വന്നപ്പോഴേക്കും നവോമിയുടെയും ലിഡിയയുടെയും പരിശോധന പൂർണ്ണമായും കഴിഞ്ഞിരുന്നു. എലിസബത്ത്, നീ ഞങ്ങൾ കാരണം വല്ലാതെ കഷ്ടപ്പെട്ടുവല്ലേ? ഇല്ല ലിഡിയ, നമുക്ക് പോവാമല്ലേ? അപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനിറങ്ങി. തരിശായ കൃഷിസ്ഥലത്തുകൂടെ ഒത്തിരി ആളുകൾ നടന്നു നീങ്ങുന്നത് ഞങ്ങൾ കാറിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. എല്ലാവരും കറുത്ത വസ്ത്രധാരികളായിരുന്നു. അവർ പരസ്പരം സംസാരിക്കാതെ മെല്ലെ മുൻപോട്ട് നടന്നു നീങ്ങുകയാണ്. ഇത്തരമൊരു കാഴ്ച ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെന്താണെന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും നവോമി ഉത്തരം പറഞ്ഞിരുന്നു. ഇവരാണ് മരണത്തിന്റെ കാവൽക്കാർ. ഇവിടുത്തെ വിശ്വാസമനുസരിച്ച് മരിച്ച ആളുകളെ അടക്കം ചെയ്യാൻ ഒപ്പം പോകുക മരണത്തിന്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ്. കറുത്ത വസ്ത്രം, തല താഴ്ത്തി സംസാരിക്കാതെ നടക്കുക എന്നതൊക്കെ അവരുടെ ഒരു രീതിയാണ്. അവരിപ്പോൾ പോകുന്നത് മൈക്കിളിന്റെ വീട്ടിലേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. വീട്ടിലെത്തിയപ്പോൾ അലൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അവനെ തനിച്ചാക്കിപ്പോയ സങ്കടം മുഴുവനും അവന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു പ്ലേറ്റിൽ ബ്രെഡും ജാമുമായി എല്ലീസ് അകത്തു നിന്നും പുറത്തു വന്നു. പാവം അവൻ. ഇന്നലെ മുതൽ തീരെ ഉറങ്ങിയില്ല എന്ന് കണ്ണുകളിൽ നിന്നും വ്യക്തമാണ്. എല്ലീസ്, നീ തിരിച്ചു പോയിക്കോ. നിന്നെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു അല്ലേ? അത് കുഴപ്പമില്ല മേഡം. എല്ലീസ്, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. നീ പോയി റെസ്റ്റ് എടുക്ക്. പക്ഷെ വൈകുന്നേരം നീ 3 മണിക്ക് നീ ഇവിടെ ഉണ്ടാകണം. എല്ലീസിനെ യാത്രയാക്കി ഞാൻ വീണ്ടും ചിന്തയിൽ മുഴുകി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ മുഖമെല്ലാം നന്നായി ക്ഷീണിച്ചിരിക്കുന്നു. ലിഡിയയുടെ വീട് കാണാൻ പറ്റുന്ന ജനവാതിൽ ഞാൻ തൽക്കാലം അടച്ചു. ഒരുപാട് സമയം ഷവറിന്റെ ചുവട്ടിൽ തന്നെ കുളിച്ചപ്പോൾ പകുതി ക്ഷീണം മാറിയിരുന്നു. കൃത്യം 3 മണിക്ക് തന്നെ എല്ലീസ് തിരിച്ചെത്തിയിരുന്നു. ഞാനൊരു സിഗരറ്റിന് തീ കൊളുത്തി അവനെയും കാത്തിരിപ്പായി. ഒരു സിഗരറ്റ് അവനെ നേരെ നീട്ടിയെങ്കിലും അവനത് നിരസിച്ചു. എല്ലീസ്, നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താണ് മേഡം? നിനക്ക് എപ്പോഴെങ്കിലും ചില എവിഡൻസുകൾ പ്രാധാന്യം അല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ചില കേസുകളിൽ ചില വസ്തുതകൾ ആവശ്യമില്ല എന്ന് തോന്നാറുണ്ട്. ഒരു വീട്ടിൽ പഴയൊരു മുറി നീ കണ്ടെത്തുന്നു എന്ന് കരുതുക. ഒരിക്കലും അടുത്ത കാലത്തൊന്നും തുറന്നിട്ടില്ല എന്ന് ഉറപ്പുള്ളൊരു മുറി. ചിലന്തിവല പിടിച്ച് തുരുമ്പിച്ച ഒരു വാതിലുള്ള ഒരു മുറി. അങ്ങനെയുള്ളൊരു മുറിയിൽ നീ അടുത്ത് നടന്നൊരു കേസിന്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ പരിശോധന നടത്താൻ കയറുമോ? സ്വാഭാവികമായി ആദ്യം തന്നെ അവിടെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലീസ് ഒന്ന് ചിന്തിച്ച ശേഷം മറുപടി പറഞ്ഞു. നീ മറ്റൊരു കാര്യം ആലോചിച്ചു നോക്ക്. ആ മുറിയിൽ കടക്കാൻ മറ്റൊരു വാതിലോ രഹസ്യവഴിയോ ഉണ്ടെങ്കിലോ? ആ കുറ്റം ചെയ്ത ആളോ അല്ലെങ്കിൽ തെളിവോ അതിനകത്ത് തന്നെ ഉണ്ടെങ്കിലോ? അത് കേട്ടപ്പോൾ എല്ലീസ് വീണ്ടും ചിന്തയിൽ മുഴുകി. എല്ലീസ്, ഇവിടെ നമ്മൾക്ക് പറ്റിയ വലിയൊരു പിഴവാണത്. പല കാര്യങ്ങളും ഒരു പ്രസക്തിയുമില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒഴിവാക്കിയപ്പോൾ നമ്മുടെ മുന്നിൽ ഈ കേസിന്റെ ഒരു 1 ലൈൻ മാത്രമേ ബാക്കി വന്നുള്ളൂ. എല്ലീസ് നെറ്റിയിൽ കൈവച്ച് എന്തെല്ലാമോ ചിന്തിക്കാൻ തുടങ്ങി. എല്ലാം തെളിവുകളാണ് എല്ലീസ്. എവറിത്തിങ് കൗണ്ട്സ്. എല്ലീസിന്റെ മുന്നിലേക്ക് ഞാൻ അവനെ ഏൽപ്പിച്ച കേസ് ഫയൽ വീണ്ടും ഏൽപ്പിച്ചു. ഞാൻ മടങ്ങി വരുമ്പോഴേക്കും നീ നമ്മൾ വിട്ടുപോയ എല്ലാ കാര്യങ്ങളും കണ്ടെത്തണം. യെസ് മേഡം. പിന്നെ എപ്പോഴും ഒരു കണ്ണെടുത്ത വീട്ടിൽ വേണം. അവിടെ ഒരു പ്രശ്നവും വരാൻ പാടില്ല. പുറത്തേക്ക് ഇറങ്ങാൻ നേരം നലൻ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. മമ്മ എവിടെ പോകുക? മമ്മ ഇപ്പോൾ വരാം. എല്ലീസ് നീയും കൂട്ടല്ലേ പോ. നിങ്ങൾ 2 പേരും ഇവിടെ തന്നെ നിൽക്കണം. മമ്മ വേഗം വരുമോ? അലന് ലിഡിയ ആൻറ്റിയെയും നവോമിയെയും ഇഷ്ടമല്ലേ? അതെ, അവർക്ക് വേണ്ടിയാണ് കേട്ടോ മമ്മ പോകുന്നത്. അലനെ ഒരുവിധം സമാധാനിപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നും പുറത്തിറങ്ങി. മൈക്കിളിന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും സമയം ഇരുട്ടി തുടങ്ങിയിരുന്നു. മൈക്കിളിന്റെ വീട് തുറന്നു കിടപ്പുണ്ടായിരുന്നു. ഒത്തിരി വിളിച്ചിട്ടും അകത്ത് നിന്നും അനക്കമൊന്നുമില്ലായിരുന്നു. ഒത്തിരി പഴക്കമുള്ളൊരു വീടായിരുന്നു അത്. വീടിന്റെ തൊട്ടടുത്ത് എവിടെയും വീടോ മറ്റോ ഒന്നുമില്ലായിരുന്നു. ഞാൻ രണ്ടും കൽപ്പിച്ച് വീടിന്റെ അകത്തേക്ക് കയറി. കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിച്ചൊരു നീണ്ട ഇടനാഴിയാണ് വാതിൽ തുറന്നാൽ ആദ്യം കാണുക. പഴയ ബൾബുകളുടെ മഞ്ഞ വെളിച്ചത്തിൽ ഞാൻ അകത്തേക്ക് കയറി. മൈക്കിൾ ഒന്നുകൂടെ വിളിച്ചപ്പോൾ താഴെ നിന്നും ഒരു ചെറിയ മൂളൽ കേട്ട പോലെ തോന്നിയിരുന്നു. ഹാളിൽ നിന്നും വീടിന്റെ താഴേക്ക് ചെറിയ മരത്തിന്റെ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. അതിലൂടെ ഇറങ്ങിയപ്പോൾ മൈക്കിൾ അബോധാവസ്ഥയിൽ ഒരു പഴയ കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. പഴയ മരുന്ന് കുപ്പികളും എന്തൊക്കെയോ ദുർഗന്ധങ്ങളും ആ മുറിയിലാകെ നിറഞ്ഞിരുന്നു. അയാളുടെ അമ്മയുടെ മുറിയാണതെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കണ്ടപ്പോൾ അയാൾ മെല്ലെ എഴുന്നേറ്റു. നല്ലപോലെ മദ്യപിച്ചതുകൊണ്ട് തന്നെ അയാളാകെ ആടി ഉലയുന്നുണ്ടായിരുന്നു. മേഡം, എൻ്റെ മമ്മ, അവർ നല്ലൊരാളായിരുന്നു. എനിക്കും അവരെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു മൈക്കിൾ. അത് കേട്ടപ്പോൾ അയാൾ ചിരിച്ചു. എൻ്റെ മമ്മ പറഞ്ഞതൊന്നും ഞാൻ അനുസരിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് മമ്മ എന്നെ വിട്ടുപിരിഞ്ഞത്. അങ്ങനെയൊന്നുമില്ല മൈക്കിൾ. ആ വീട് പൊളിച്ചു കളയാൻ മമ്മ പറഞ്ഞിരുന്നു. ഞാനത് കേട്ടില്ല. മൈക്കിൾ തുടരാൻ ശ്രമിച്ചെങ്കിലും
അയാൾക്കതിന് കഴിഞ്ഞില്ല. മുറിയിലെ വെളിച്ചം മിന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൈക്കിൾ! ഞാൻ ഒന്നുകൂടി വിളിച്ചപ്പോൾ അയാൾ ഒരു പേടിപ്പെടുത്തുന്ന ഭാവത്തിൽ എന്നെ നോക്കി നിന്നു. അവിടെ നിന്ന് ഓടി പുറത്തു കടക്കാൻ മനസ്സിൽ തോന്നിയെങ്കിലും അതത്ര എളുപ്പമല്ല എന്നെനിക്കറിയാമായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത തരത്തിലുള്ള ഒന്നായിരുന്നു തൊട്ടടുത്ത നിമിഷങ്ങളിൽ എന്നെ കാത്തിരുന്നത്. മൈക്കിൾ തൊട്ടടുത്ത ചുമരിലൊന്ന് തലയിടിച്ചു. എന്നിട്ട് എന്നെ നോക്കി ചിരിച്ചു. പക്ഷെ അയാൾ അത് വീണ്ടും തുടർന്നു. ഓരോ തവണ ചെയ്യുമ്പോഴും അയാൾ ശക്തി കൂട്ടിയായിരുന്നു തലയിടിച്ചുകൊണ്ടിരുന്നത്. അയാളുടെ തലയിൽ നിന്നും രക്തം വാർന്നൊഴുകാൻ തുടങ്ങിയിരുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. മൈക്കിൾ നിർത്തിയില്ല. അയാൾ വീണ്ടും തല ഭിത്തിയിലിടിക്കാൻ തുടങ്ങി. അയാളുടെ തലയോട്ടി പൊട്ടുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് അയാളെ പിടിച്ചു മാറ്റാൻ പറ്റില്ല എന്ന് ഉറപ്പായിരുന്നു. മുറിയുടെ ചുമരിലാകെ രക്തക്കളമായിരുന്നു. ഞാൻ പേടിച്ചു വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ വീട്ടിലെ എല്ലാ ലൈറ്റും ഓഫായി. അവിടമാകെ കൂരിരുട്ടിലാണ്ടു. എത്ര ശ്രമിച്ചിട്ടും ഫോൺ ഓണാകുന്നുണ്ടായിരുന്നില്ല. പേടികൊണ്ട് ശബ്ദം പുറത്തു വരാത്ത അവസ്ഥ. മൈക്കിളിന്റെ ഒരു ശബ്ദം പോലും ഇല്ലായിരുന്നു. കൈകൊണ്ട് പരിധി നോക്കിയപ്പോൾ മൈക്കിൾ നിലത്ത് കിടക്കുന്നതായി മനസ്സിലായി. മുഖത്ത് തട്ടി വിളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ സത്യം മനസ്സിലായത്. അയാളുടെ തല ചിതറി 3 ഭാഗമായിരിക്കുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ പടികൾ കയറി മുകളിലേക്കെത്തി. കൈകളിൽ കൊഴുത്ത രക്തം പറ്റിപ്പിടിച്ചിരുന്നു. ഇരുട്ടിൽ എങ്ങോട്ടെന്നില്ലാതെ ഞാൻ പുറത്തേക്ക് ഓടി. ഓട്ടത്തിന്റെ ഇടയിൽ പലപ്പോഴായി ഭിത്തിയിൽ തട്ടി പരിക്കുകൾ പറ്റിയിരുന്നു. എങ്ങനെയൊക്കെയോ അവിടെ നിന്നും പുറത്തിറങ്ങി. പുറത്ത് പ്രകാശത്തിന്റെ ഒരു കണിക പോലുമില്ലായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ മൊബൈൽ ഫോൺ ഓണായി. പക്ഷെ എവിടേക്കും കോൾ പോകുന്നില്ലായിരുന്നു. കാർ സ്റ്റാർട്ടാക്കി വേഗം തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. ഗ്രാമത്തിലെ വീടുകളിൽ എവിടെയും പ്രകാശമില്ലായിരുന്നു. എല്ലീസിനെ വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മെസ്സേജ് നോക്കിയപ്പോൾ ഫോണിൽ എല്ലീസ് ഒരു സ്ത്രീയുടെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഒരു വോയിസ് മെസ്സേജും ഉണ്ടെങ്കിലും അത് പ്ലേ ആകുന്നുണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ കണ്ട നഴ്സിന്റെ ഫോട്ടോയായിരുന്നു അത്. അവരുടെ ഫോട്ടോ അവൻ എന്തിനാ അയച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയിരുന്നില്ല. മൈക്കിളിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു വിറയലായിരുന്നു. ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട പോലെ. വീട് ലക്ഷ്യമാക്കി അതിവേഗം മുൻപോട്ട് പോകുമ്പോഴാണ് ലിഡിയയുടെ കോൾ വന്നത്. ഹലോ ലിഡിയ. എലിസബത്ത്, നീ എവിടെയാണ്? ലിഡിയയുടെ സ്വരത്തിൽ എന്തോ ഒരു പേടിയുണ്ടായിരുന്നു. ലിഡിയ, ഞാനിപ്പോൾ എത്തും. നവോമി എവിടെ? അവൾ നിന്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിലോ? അതെ, നീ ഇറങ്ങിയപ്പോൾ പോയതാണ്. അലനെ കാണാൻ പോയതാണ് അവൾ. ഇപ്പോൾ ഞാൻ അവിടെ ചെന്ന് വിളിച്ചിട്ട് ആരും മറുപടി പറയുന്നില്ല. അത് കേട്ടപ്പോൾ എൻ്റെ പേടി കൂടാൻ തുടങ്ങി. അവിടെ എല്ലീസ് ഉണ്ട്. ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ? എലിസബത്ത്, ഒന്ന് വേഗം നോക്ക്. അവിടെ ചെന്ന് ഞാൻ ഒത്തിരി കോളിംഗ് ബെല്ലടിച്ചു. ആരും മറുപടി പറയുന്നില്ല. എനിക്കെൻ്റെ മകളെ കാണണം. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ വിളിക്കാം. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. എല്ലീസിനെ ഫോൺ വിളിച്ച് നോക്കിയിട്ട് കണക്റ്റ് ആകുന്നുണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും ലിഡിയയെ വിളിച്ചു. ഒരു കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ നിനക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എലിസബത്ത്, നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കെൻ്റെ മകളെ കാണണം. നവോമിയുടെ കാര്യത്തിൽ നീ പേടിക്കണ്ട. അവൾ എല്ലീസിൻ്റെ ഒപ്പം സുരക്ഷിതയായിരിക്കും. നീ ഞാൻ പറയുന്നൊരു കാര്യം ചെയ്യാമോ? എന്താണ് എലിസബത്ത്? ഒരു നിമിഷം പോലും നീ നിന്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല. അത് വളരെ മോശപ്പെട്ടൊരു സ്ഥലമാണ്. നീ വീടിന് പുറത്തിറങ്ങി നിൽക്കണം. ഞാൻ അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തും. ലിഡിയയുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന കാരണത്താൽ തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. വീടെത്താറായപ്പോഴാണ് എല്ലീസിന്റെ കോൾ വന്നത്. അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. എല്ലീസ്, ഒത്തിരി നേരമായി നിന്നെ വിളിക്കുന്നു. എന്താണ് അവിടെ പ്രശ്നം? നവോമി എവിടെ? അവൾ സുരക്ഷിതയാണ് മേഡം. ലിഡിയ കാണാതെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കയറാൻ നോക്കണം. നീ എന്തൊക്കെയായി പറയുന്നത്? മേഡം എത്തിയാലെല്ലാം ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. വീടിൻ്റെ അടുത്തെത്താറായപ്പോൾ ഞാൻ മെല്ലെ കാറ് നിർത്തി. ലിഡിയ ടെൻഷൻ അടിച്ചുകൊണ്ട് വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് ദൂരെ നിന്നും കാണാമായിരുന്നു. അവൾ കാണാതെ വീടിൻ്റെ ഉള്ളിൽ കയറേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മെല്ലെ വീടിൻ്റെ പുറകുവശത്തുകൂടെ അകത്ത് കയറി. വീടിനകത്തൊരു അനക്കം പോലും ഇല്ലായിരുന്നു. എല്ലീസ്, അലൻ നിങ്ങൾ എവിടെയാണ്? എൻ്റെ ശബ്ദം കേട്ടതും എല്ലീസ് പുറത്തേക്ക് വന്നു. എല്ലീസ്, അലനെവിടെ? അലനും നവോമിയും ഇവിടെ തന്നെ ഉണ്ട്. രണ്ടുപേരെയും ഞാൻ മുറിക്കകത്താക്കിയിട്ടുണ്ട്. എല്ലീസ്, നീ ലിഡിയയെ ഭയപ്പെടുത്താതെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? മേഡം, ഈ കാര്യം ആർക്ക് പറഞ്ഞാലും മനസ്സിലാകില്ല. എല്ലീസ്, ശരിയാണ്. പക്ഷെ എല്ലാവരും ഇപ്പോൾ നമ്മുടെ കൺവെട്ടത്തുണ്ട്. ഒരാപത്തുമില്ലാതെ ഇന്ന് നേരം പുലരും വരെ നമുക്ക് നോക്കാൻ കഴിയും. നാളെ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും അവരെ ആ വീട്ടിൽ നിന്ന് മാറ്റാം. ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കുമ്പോഴേക്കും പുറത്തെ വാതിലിൽ ശക്തിയായി തട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. നവോമി, നീ എവിടെയാണ് മോളെ? നിങ്ങൾ അവളെ എന്തിനാ അവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്? ലിഡിയയുടെ സ്വരം ആകെ ഇടറിയിരുന്നു. എല്ലീസ്, നവോമി എവിടെയാണ്? രണ്ടുപേരും മുകളിലെ മുറിയിലുണ്ട്. അവരവിടെ സുരക്ഷിതമായിരിക്കും. എല്ലീസിന്റെ സ്വരത്തിൽ ഒരു ഗൗരവം വന്നതുപോലെ എനിക്ക് തോന്നിയിരുന്നു. ഞാൻ വേഗം തന്നെ മുകളിലെ നിലയിലേക്ക് ഓടിക്കയറി. മുകളിലെത്തിയപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. മെയിൻ ഹാളിൽ മുഴുവനും ചുവന്ന ചായം കൊണ്ട് നക്ഷത്ര രൂപങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ശാന്തമായ ഭാവത്തിൽ നവോമി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കൈകളിലാകെ ചുവന്ന ചായം പറ്റിയിരുന്നു. എന്നെ കണ്ടതും അവൾ ഒന്നും സംസാരിക്കാതെ ഒരു വാതിലിന്റെ മുന്നിൽ പോയിരുന്നു. നവോമി, നീ ഈ ചിത്രങ്ങൾ നീ എന്തിനാ വരയ്ക്കുന്നത്? മൈക്കിളിന്റെ അമ്മ
അവർ പറയുന്നത് നീ വിശ്വസിക്കരുത്. ഇതൊക്കെ നിന്നെയും അമ്മയെയും അപകടത്തിൽ കൊണ്ട് ചാടിക്കും. അവളൊന്നും മറുപടി പറയാതെ തല താഴ്ത്തിയിരുന്നു. അവളിരുന്ന വാതിലിൻ്റെ പുറകിലത്തെ മുറിയിലാണ് അലനുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. പലതവണ വിളിച്ചിട്ടും അവൻ വിളി കേട്ടില്ല. എല്ലീസ്, നീ തോമസ് സാറിനെ വിളിക്കേ, ഒരു വണ്ടി അയക്കാൻ പറയൂ. നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ പോവാം. എനിക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഓടി താഴത്തെ നിലയിലേക്ക് തന്നെ ചെന്നു. അവിടെ എല്ലീസ് ശാന്തനായി കേസ് ഫയലുകൾ തുറന്നിരിപ്പുണ്ടായിരുന്നു. നീ എനിക്ക് അയച്ചൊരു സ്ത്രീയുടെ ഫോട്ടോ ഇല്ലേ, എന്താണത്? നമ്മുടെ കേസിൽ മേഡം പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങൾ മിസ്സായി പോയിരുന്നു. അതെല്ലാം ഞാൻ ഓരോന്നായി ശേഖരിച്ചു വരികയാണ് മേഡം. അവരും ഇവിടെ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? അവരെപ്പറ്റി ഒത്തിരി വിവരങ്ങൾ ഞാൻ മുന്നേ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അവരുടെ ഫോട്ടോയോ ജോലിയോ ഒന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു. ആരാണത്? അവരാണ് മേഡം മാർഗരറ്റ്. സ്വന്തം കുഞ്ഞിനെ ക്രൂരമായി കൊന്ന് വധശിക്ഷ ഏറ്റുവാങ്ങിയ മാർഗരറ്റ്. അത് കേട്ടപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഞാൻ എല്ലീസിൻ്റെ മുന്നിലുള്ള കസാരയിലേക്കിരുന്നു. സംതിങ് ഈസ് റോങ് എല്ലീസ്. കുറച്ച് സമയം മുന്നേ മൈക്കിൾ എൻ്റെ കൺമുന്നിൽ വെച്ച് പിടഞ്ഞു മരിച്ചു. മൈക്കിളിൻ്റെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. അത് കേട്ടപ്പോൾ എല്ലീസ് വിശ്വാസമില്ലാത്ത പോലെ എന്നെ തന്നെ നോക്കി നിന്നു. പിന്നെ നീ പറഞ്ഞ മാർഗരറ്റ് ആണെന്ന് പറഞ്ഞ് അയച്ചു തന്ന ഫോട്ടോ ഇല്ലേ, അവരെ ഞാൻ കണ്ടിരുന്നു. അവരിവിടുത്തെ ഹോസ്പിറ്റലിലെ നഴ്സാണ്. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. മേഡം, നമ്മളൊരു സാധാരണ കുറ്റവാളിയുടെ പിറകെ അല്ലല്ലോ. ഒരാൾക്ക് തൻ്റെ സ്വന്തം മകളെ ഇത്ര ക്രൂരമായി കൊല്ലാൻ കഴിയുമെന്ന് മേഡത്തിന് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മാർഗരറ്റ് അവരുടെ മകളെ കൊല്ലാൻ കാരണം? അതിന് എനിക്ക് മറുപടിയൊന്നുമില്ലായിരുന്നു. സ്വന്തം മകൾ ഒരു പിശാചാണെന്നാണ് അവർ കരുതിയത്. അവർക്ക് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നാൻ കാരണം? എല്ലീസ്, ആ വീടാണ് പ്രശ്നം. എന്തോ ഒരു മോശം കാര്യം അവിടെ നടന്നിട്ടുണ്ട്. മരണത്തിൻ്റെ ലോകത്ത് നിന്നുള്ള ആരോടും അവർ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടപ്പെട്ട ആരോ ഒന്ന്. അങ്ങനെ ആരായിരിക്കും? എല്ലീസ് ഒരു ചെറുപ്പക്കാരൻ്റെ പഴയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു. അത് ഏകദേശം മങ്ങി തുടങ്ങിയിരുന്നു. ഇതാണ് മാർഗരറ്റിൻ്റെ ഭർത്താവ്. സംഭവം നടക്കുന്നതിൻ്റെ 3 വർഷങ്ങൾക്ക് മുന്നേ ഇയാൾ മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ കേസിന് ഒരു ഉപകാരവും ഇല്ലാത്തതായിരുന്നു. എല്ലീസ് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നു. മാർഗരറ്റ് അയാളെ വിളിക്കാനാണ് ശ്രമിച്ചത്. ഭൂമിയിലേക്ക് എത്താനുള്ള ഒരു വഴിയും ചെകുത്താൻ ഒഴിവാക്കില്ല മേഡം. നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ അതിന് കഴിയും. എല്ലീസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നും എനിക്ക് മനസ്സിലായി. ഈ പ്രശ്നങ്ങളെപ്പറ്റി അറിവുള്ള എല്ലാവരെയും അത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. ആ വീടിൻ്റെ ഉടമ, അയാളുടെ അമ്മ, ആരും തന്നെ ഇപ്പോൾ ജീവനോടെയില്ല. ലിഡിയ അപ്പോൾ വീണ്ടും വാതിലിൽ മുട്ടുന്നുണ്ടായിരുന്നു. എല്ലീസ് തടഞ്ഞെങ്കിലും ഞാനത് വകവയ്ക്കാതെ വാതിലിൻ്റെ അടുത്തേക്ക് നീങ്ങി. ലിഡിയ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. എലിസബത്ത്, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ലിഡിയ, നീ താമസിക്കുന്ന വീട് വളരെ മോശപ്പെട്ട സ്ഥലമാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ അവിടെ ഒരു കൊലപാതകം നടന്നതാണ്. ഇന്ന് നേരം പുലരുന്നതുവരെ നീ ഇവിടെ തന്നെ നിന്നാലേ മതിയാവൂ. നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നവോമി എന്തെങ്കിലും ചെയ്യുമെന്ന്? അവൾ എൻ്റെ മകളാണ് എലിസബത്ത്. ലിഡിയയുടെ ശബ്ദത്തിൽ ദേഷ്യം നിഴലിച്ചിരുന്നു. നിനക്കൊരു ആപത്തും വരാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. തൽക്കാലം ഞാൻ പറയുന്നത് അനുസരിച്ചേ മതിയാകൂ. ലിഡിയ കുറെ എന്തെല്ലാമോ പറഞ്ഞെങ്കിലും അവൾ സംസാരം നിർത്തിയിരുന്നു. ആശുപത്രിയിൽ കണ്ട സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും ഓർത്തു നോക്കി. അവർ പറഞ്ഞത് നക്ഷത്രചിഹ്നങ്ങൾ പിശാചുക്കളെ വിളിച്ചു വരുത്തുമെന്നാണ്. ആ സ്ത്രീയെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. മാർഗരറ്റിൻ്റെ പിശാചാണോ അല്ലെങ്കിൽ എൻ്റെ തോന്നലാണോ? ഞാൻ തൊട്ടടുത്ത ഷെൽഫ് തുറന്ന് പരതാൻ തുടങ്ങി. എൻ്റെ തോക്ക് അവിടെ ഇല്ലായിരുന്നു. എന്താണെങ്കിലും അലനെ കൂട്ടാൻ മുകളിലേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ മുകളിലെ മുറിയിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ എല്ലീസ് എന്നെ തടയാൻ ശ്രമിച്ചു. പക്ഷെ എനിക്ക് അലനെ കാണണമായിരുന്നു. മുന്നോട്ട് നടന്നപ്പോഴാണ് പുറകിൽ നിന്നും എല്ലീസ് തോക്ക് ചൂണ്ടിയത്. എല്ലീസ്, നീ എന്തായി കാണിക്കുന്നത്? ഐ ആം സോറി മാഡം. മാഡം, ഞാൻ പറയുന്നത് അനുസരിച്ചേ മതിയാകൂ. എല്ലീസേ, നീ പിശാചിനെ വിളിച്ചു വരുത്താൻ എന്തിനാണ് ശ്രമിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയേ? മാഡം, മാർഗരറ്റിനെ കണ്ടതായല്ലേ തോന്നിയത്. എപ്പോഴെങ്കിലും എലീസയെ കണ്ടിരുന്നോ? സ്വപ്നത്തിലെങ്കിലും? ഇല്ല എല്ലീസ്, അവൻ പറഞ്ഞത് ശരിയാണ്. മാഡം, നമ്മൾ കരുതിയ പോലെ കുട്ടിയുടെ ശരീരത്തിലല്ല പിശാച് ആശ്രയം തേടുന്നത്. കുട്ടിയുടെ അമ്മയുടെ ശരീരത്തിലാണ്. എല്ലീസ് അത് പറഞ്ഞു തീർന്നപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഞെട്ടൽ വന്നിരുന്നു. പുറത്തിലിടിയ വാതിലിൽ വീണ്ടും തട്ടാൻ തുടങ്ങിയിരുന്നു. മാഡം ഒരിക്കലും എലീസയെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അതിന് കാരണം അതാണ് മാഡം. എല്ലീസിന് ബാക്കി കാര്യങ്ങൾ പറയാൻ സാധിച്ചില്ല. അപ്പോഴേക്കും ആരോ പിടിച്ചു തള്ളിയ പോലെ അവൻ ശക്തിയിൽ ചുമരിൽ തലകൊണ്ടിരിക്കാൻ തുടങ്ങി. എല്ലീസ്! അവൻ മറുപടി ഒന്നും പറയാതെ ചുവരിൽ തലയിടിക്കാൻ തുടങ്ങി. അവൻ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഐ ആം സോറി എല്ലീസ്. അവൻ വീണ്ടും തലയിടിക്കുന്നതിന് മുന്നേ ഞാൻ ശക്തിയിൽ അവൻ്റെ കാലിനെ ആഞ്ഞുവെട്ടി. അടിതെറ്റിയവൻ നിലത്ത് വീണു. അവൻ്റെ കൈകാലുകൾ ബന്ധിക്കുകയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. അല്ലെങ്കിൽ മൈക്കിളിൻ്റെ അവസ്ഥ അവനും വരുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് പുറകിലെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. അതടയ്ക്കാതെയാണ് ഞാൻ അകത്ത് കയറിയതെന്ന് അപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ എല്ലീസിൻ്റെ കയ്യിൽ നിന്നും തെറിച്ചു വീണ തോക്കെടുത്ത് മുകളിലത്തെ മുറിയിലെത്താനുള്ള പടികൾ ഓടിക്കയറി. മുകളിലെത്തിയപ്പോൾ നവോമി അലൻ്റെ മുറിയുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. താഴെ നിന്ന് ലിഡിയ മുകളിലേക്ക് ഓടി വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തൂക്കുമായി നിൽക്കുന്ന എന്നെ കണ്ട നവോമി പേടിച്ചിരുന്നു.
ഞാനോടി അവളുടെ അടുത്ത് ചെന്നു. നവോമി, നീ പേടിക്കണ്ട. ഞാൻ അലനെ അടച്ചിട്ട മുറി തുറന്ന് നവോമിയെയും കൂട്ടി അകത്തേക്ക് കയറി. അകത്ത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും വ്യക്തമല്ലായിരുന്നു. നവോമി! ലിഡിയ 2ാം നിലയിലെത്തിയിരുന്നു. ലിഡിയയുടെ ശബ്ദം കേൾക്കലും നവോമി എൻ്റെ കയ്യിൽ നിന്നും കുതിറിമാറി പുറത്തേക്കോടി. നവോമി, നോ! എനിക്കെന്തെങ്കിലും ചെയ്യാനാവുന്നതിന് മുന്നേ തന്നെ ലിഡിയ എൻ്റെ വാതിലടച്ച് പുറത്തു നിന്നും പൂട്ടിയിരുന്നു. എനിക്കും എല്ലീസിനും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഉറപ്പായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെയും തടങ്കലിലാക്കിയ പോലെ നവോമിയുടെ കൈ പിടിച്ച് ലിഡിയ പുറത്തേക്ക് നിന്നു. ലിഡിയ, നീ വാതിൽ തുറക്ക്. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾ വാതിൽ തുറന്നില്ല. എങ്ങനെയൊക്കെയോ തപ്പി ഞാൻ ലൈറ്റിൻ്റെ സ്വിച്ച് ഓണാക്കി. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയന്നൊരു നിമിഷമായിരുന്നു അത്. റൂമിൽ അലനില്ലായിരുന്നു. ചുവരിലാകെ ചുവന്ന നക്ഷത്രങ്ങളുടെ ചിത്രങ്ങളായിരുന്നു. അലൻ! ഞാൻ അലറി വിളിച്ചെങ്കിലും ഒരു മറുപടിയും ഇല്ലായിരുന്നു. ജനവാതിൽ തുറന്നാൽ പുറത്തേക്ക് വ്യക്തമായി കാണാമായിരുന്നു. പുറത്താണെങ്കിൽ നവോമിയും ലിഡിയയും ഹാളിലിരുന്ന് എന്നെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നം വന്നാൽ തോക്കുപയോഗിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. നവോമി, നീ ഒരു സ്മാർട്ട് ഗേളാണ്. എന്ത് സംഭവിച്ചാലും നീ ഓടി രക്ഷപ്പെടണം. നീ കാണുന്നതൊന്നും സത്യമായിരിക്കില്ല. അവൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഡെവിൾസ് അവർ. ഏകദേശം 30 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ എല്ലാം നോർമലാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അലനെ കുറെ വിളിച്ചെങ്കിലും അവൻ എന്ത് പറ്റിയെന്ന് എനിക്ക് വ്യക്തമല്ലായിരുന്നു. അവൻ്റെ കാര്യം ആലോചിച്ചാണോ അതോ നവോമിയുടെ കാര്യം ആലോചിച്ചാണോ എനിക്ക് പേടി തോന്നുന്നതെന്ന് വ്യക്തമല്ല. ലിഡിയയും നവോമിയും അവരുടെ വീട്ടിലല്ല ഇപ്പോൾ ഉള്ളതെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പകുതി ആശ്വാസമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. എല്ലീസ് മുകളിലെത്തിയിരുന്നു. അവൻ്റെ നെറ്റി പൊട്ടി രക്തം വന്നിട്ടുണ്ടായിരുന്നു. എല്ലീസ്, എൻ്റെ മകനെവിടെ? മേഡം പേടിക്കണ്ട, അവനെ ഞാൻ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എവിടെയാണ് എല്ലീസ് അവൻ? അതിൻ്റെ മറുപടി എല്ലീസ് പറഞ്ഞപ്പോൾ എൻ്റെ ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നിയിരുന്നു. എൻ്റെ ദേഹമാകെ ഒരു വിറയൽ വന്നു. മേഡം, അവനെ ഞാൻ ലിഡിയയുടെ വീട്ടിലാക്കിയിട്ടുണ്ട്. എനിക്ക് പേടി കൊണ്ടും ദേഷ്യം കൊണ്ടും നിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ അലറി വിളിച്ചുകൊണ്ട് വാതിൽ ചവിട്ടി പൊളിക്കാൻ ശ്രമിച്ചു. എല്ലീസ്, എൻ്റെ മകൻ എന്തെങ്കിലും പറ്റിയാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതിനവൻ മറുപടി പറഞ്ഞില്ല. എല്ലീസ്, നീ എന്താണ് ഈ ചെയ്യുന്നത്? നീ എന്തിനാണ് അവനെ അപായപ്പെടുത്താൻ ആ വീട്ടിലാക്കിയത്? അതിനും എല്ലീസ് മറുപടി പറഞ്ഞില്ല. അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം കണ്ടത്. അവരുടെ 3 പേരുടെയും പുറകിലായി ഒരു ഇരുണ്ട രൂപം ചോരയിൽ കുളിച്ച് നിൽപ്പുണ്ടായിരുന്നു. അലൻ്റെ പപ്പ. നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും എൻ്റെ മകൻ്റെ ഒപ്പം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ നീ എൻ്റെ മകനെയും കൊലയ്ക്ക് കൊടുക്കുകയാണോ? ഇല്ല, അവനെ ഞാൻ രക്ഷിക്കും. ആ കാഴ്ചകൾ എൻ്റെ തോന്നലാണോ എന്ന് പോലും സംശയമായിരുന്നു. അത്രയും വ്യക്തമായാണ് അദ്ദേഹത്തിൻ്റെ രൂപം മുന്നിൽ നിൽക്കുന്നത്. തലയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. നീ എൻ്റെ മകനെ രക്ഷിക്കേ. ഇവരാരെയും വിശ്വസിക്കരുത്. ഇവരെല്ലാവരും കൂടി എൻ്റെ മകനെ കൊല്ലും. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ആ രൂപം കരയാൻ തുടങ്ങി. എല്ലീസ്, ഓപ്പൺ ദി ഡോർ. ദേഷ്യം സഹിക്കവയ്യാതെ ഞാൻ തോക്ക് ജനൽ വഴി അവൻ്റെ നേരെ ചൂണ്ടി. അപ്പോഴാണ് ആ കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. തോക്കിൽ ബുള്ളറ്റുകളില്ലായിരുന്നു. തോക്ക് ഞാൻ നിലത്തേക്ക് എറിഞ്ഞു. അലറി വിളിച്ചുകൊണ്ട് വാതിലിൽ ആഞ്ഞു ചവിട്ടി. നല്ല കട്ടിയുള്ള ആ വാതിലിനൊരു അനക്കവുമില്ലായിരുന്നു. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അവനെ ഓമനിക്കുന്ന രംഗങ്ങൾ മനസ്സിലൂടെ ഓടി വരാൻ തുടങ്ങി. എൻ്റെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങാൻ തുടങ്ങിയിരുന്നു. പോലീസ് ജോലി ആയതുകൊണ്ട് പലപ്പോഴും അവനെ ഒന്ന് ഓമനിക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. അവനില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഞാനുമില്ല. എന്ത് പിശാചി ഇറങ്ങി വന്നാലും അവനൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ അനുവദിക്കില്ല. മേഡം, എന്ത് മനസ്സിൽ തോന്നിയാലും വിശ്വസിക്കരുത്. ഈ നക്ഷത്ര ചിഹ്നങ്ങളാണ് നമ്മളുടെ രക്ഷ. നോ എല്ലീസ്, യു ആർ ലൈയിങ്. നീ എന്നെ എന്തിനാണ് പൂട്ടിയിട്ടത്? നീ എൻ്റെ മകനെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എലിസബത്ത്, ഇവരെല്ലാവരും കൂടെ നമ്മുടെ മകനെ ബലി കൊടുക്കുകയാണ്. നീ അവർ പറയുന്നത് വിശ്വസിക്കരുത്. ഇരുണ്ട രൂപം എൻ്റെ തൊട്ടടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി. അലനൊന്നും സംഭവിക്കില്ല, ഞാൻ സ്വയം സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലുമല്ല മേഡം, മേഡം ഇത് കാണണം. അപ്പോൾ എല്ലീസ് ഒരു ഫോട്ടോ ഉയർത്തി കാണിച്ചു തന്നു. എന്താണതെന്ന് എനിക്ക് വ്യക്തമല്ലായിരുന്നു. അവനത് കുറച്ചുകൂടെ അടുത്ത് കാണിച്ചു തന്നു. അവൻ ആദ്യം കാണിച്ചു തന്നൊരു ഫോട്ടോയായിരുന്നു അത്. ലിഡിയ താമസിക്കുന്ന പഴയ വീടിൻ്റെ ഫോട്ടോ. അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. എല്ലീസ്, എന്തിനാ ഈ നശിച്ച ചിത്രവുമായി നടക്കുന്നത്? മേഡം, ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം. മാർഗരറ്റിനെ ആയിരുന്നു പിശാച് ബാധിച്ചത്, എലിസയെ അല്ല. എല്ലീസ്, നീ കണ്ടെത്തിയത് ശരിയാണ്. അതും ഈ ഫോട്ടോയും തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ അവൻ ആ ഫോട്ടോ തിരിച്ചു പിടിച്ച് കാണിച്ചു തന്നു. അതിലെന്തോ ഒന്ന് മങ്ങിയ പോലെ എഴുതിയിരുന്നു. അവൻ ആ ഫോട്ടോ ജനലിലൂടെ ഉള്ളിൽ തന്നു. എന്നിട്ട് സങ്കടത്തിൽ നിലത്തിരുന്നു. എനിക്ക് തെറ്റുപറ്റി മേഡം. കേസന്വേഷണത്തിൽ ഒത്തിരി ഫോട്ടോ സൂക്ഷിക്കാറുണ്ട്. അതിനെപ്പറ്റി ഒരു മാസത്തോളം ട്രെയിനിങ് സമയത്ത് പഠിക്കാനുണ്ടായിരുന്നു. മങ്ങിപ്പോയെങ്കിലും അത് പേനയുടെ വരകൾ കൊണ്ട് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. W1. എൻ്റെ കയ്യിൽ നിന്നും ഫോട്ടോ നിലത്ത് വീണു. പേടി കൊണ്ട് ശബ്ദിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഞാൻ അന്നത്തെ അപകടത്തിന് ശേഷം പോലീസ് ജോലിക്ക് ഫിറ്റല്ല എന്ന് എനിക്ക് മനസ്സിലായി. 40-50 വർഷം പഴക്കമുള്ള കേസുകൾ പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം ഞാൻ വിട്ടിരുന്നു. യെസ് എല്ലീസ്, എവറിത്തിങ് കൗണ്ട്സ്. പലതും ആലോചിച്ചു കൂട്ടുമ്പോൾ അത് കണ്ണിൽ പെട്ടിരുന്നില്ല. ഇത്രയും നാൾ നാട് മുഴുവനും ഓടുമ്പോൾ ഒരിക്കൽ പോലും അത് ശ്രദ്ധിച്ചിരുന്നില്ല. നിസ്സഹായതയോടെ നിലത്തിരിക്കാൻ മാത്രമേ എനിക്ക് പറ്റുമായിരുന്നുള്ളൂ. W1 അഥവാ വിറ്റ്നസ് 1.
സാക്ഷിയോ സാക്ഷിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുടെയോ പുറകിൽ രേഖപ്പെടുത്തുന്ന കോഡ് നമ്പർ. വളരെ പഴയ കാലത്ത് മാത്രമാണ് ഇത് എഴുതി വയ്ക്കാറുള്ളത്. പഴയ കേസുകൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായി നോക്കേണ്ടത് ഇത്തരം വാക്കുകളാണ്. എലിസയുടെ കേസ് അന്വേഷണം തുടങ്ങിയപ്പോൾ സാക്ഷികൾ താമസിച്ച വീടിന്റെ ചിത്രമാണത്. ഇത്രയും കാലം ഞാനും എല്ലിസും കരുതിയ പോലെ കുറ്റം നടന്ന വീടിന്റെ ഫോട്ടോ അല്ലായിരുന്നു അത്. ഇത്രയും നാൾ അടുത്ത വീട്ടിലെ പ്രശ്നം അന്വേഷിച്ച് നടന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല യഥാർത്ഥ പ്രശ്നം ഇവിടെയാണെന്ന്. ഇവിടെ ഈ വീട്ടിലാണ് മാർഗരറ്റും എലിസയും താമസിച്ചത്. ഈ മുറിയിൽ വെച്ചാണ് ആ കൊലപാതകം നടന്നത്. അതെ മാഡം, വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഒരു താമസക്കാർ വന്നത്, ഒരമ്മയും മകനും. അതിലമ്മ ഭർത്താവിന്റെ മരണത്തിന്റെ വിഷമത്തിൽ പൂർണ്ണമായും വിട്ടുമാറിയിരുന്നില്ല. മാഡം ഇവിടെ കാൽ കുത്തി അന്ന് തന്നെ എല്ലാം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. എല്ലീസ് കണ്ടുപിടിച്ചതെല്ലാം സത്യമായിരുന്നു. ഈ വീടിന് പ്രശ്നമുള്ളത് മൈക്കിളിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ പണത്തിന് ആർത്തി ഉള്ളതുകൊണ്ട് അയാൾ അത് മറച്ചുവെച്ചു. പക്ഷേ ഈ പ്രശ്നം അറിയുന്ന ആരും തന്നെ ഈ വീട് താമസത്തിന് എടുക്കില്ല എന്ന് അയാൾക്കറിയാം. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകൾ അതെല്ലാം മറന്നു. ഞാൻ പുറത്തു നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ അയാൾക്കിവിടെ വീട് ചുരുങ്ങിയ വിലക്ക് തരാൻ പറ്റി. ഈ കാര്യങ്ങളെല്ലാം അയാൾ മറച്ചുവെച്ചു. നക്ഷത്രചിഹ്നങ്ങൾ പിശാചുകളെ അകറ്റുമെന്നത് അയാളുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അയാളുടെ അമ്മയെ കണ്ടാൽ ഈ കാര്യങ്ങളെല്ലാം ഞാനും എല്ലിസും മനസ്സിലാക്കുമായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരെയും ഭൂമുഖത്ത് നിന്നും ഏതോ അദൃശ്യ ശക്തികൾ തുടച്ചു നീക്കി. ഈ രഹസ്യങ്ങൾ എല്ലീസ് കണ്ടെത്താൻ തുടങ്ങിയപ്പോൾ അവനെയും ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അലന്റെ പപ്പയുടെ രൂപത്തിലും മാർഗരറ്റിന്റെ രൂപത്തിലും പല തെറ്റായ സൂചനകൾ എൻ്റെ മനസ്സിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. തെറ്റുപറ്റി എല്ലീസ്. അതെ, ലിഡിയയും നവോമിയും കുറെ കാലമായി ആ വീട്ടിൽ തന്നെയാണ് താമസം. മേഡം എത്തിയപ്പോഴാണ് പ്രശ്നം ആരംഭിച്ചത്. ആ കാര്യം നമ്മൾ ചിന്തിച്ചില്ല. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. ആ വീട്ടിലാണ് പ്രശ്നമെങ്കിൽ ഞാൻ വരുന്നതിന് എത്രയോ മുന്നേ അപകടങ്ങൾ സംഭവിക്കുമായിരുന്നു. ഞാൻ പുറത്തു കടക്കാൻ നോക്കിയാൽ നീ എന്നെ കൊന്നുകളഞ്ഞേക്ക് എല്ലീസ്. നവോമിയോ ലിഡിയയോ അല്ല പ്രശ്നം, ഞാനാണ്. ഞാൻ കരയാൻ തുടങ്ങിയിരുന്നു. മേഡം, ഒന്നും സംഭവിക്കില്ല, ചുറ്റിലും നോക്കൂ, നമ്മളെല്ലാം സുരക്ഷിതരാണ്. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. നക്ഷത്രരൂപങ്ങളെല്ലാം കത്തി ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഒരു സുരക്ഷാ കവചത്തിലാണ് എല്ലീസ് എന്നെ അടച്ചു വച്ചിട്ടുള്ളത്. ഡെവിൾസ് ഹവർ കഴിയാനായിരിക്കുന്നു. എന്തൊക്കെയോ ഇരുണ്ട രൂപങ്ങൾ എന്നെ വായുവിലേക്ക് ഉയർത്തുന്ന പോലെ തോന്നിയിരുന്നു. ചുവന്ന രൂപത്തിൽ നാവ് നീട്ടിയൊരു ഭീകര രൂപത്തിന്റെ മുഖം എന്റെ മുന്നിൽ പലതവണയായി വന്നു പോയിക്കൊണ്ടേയിരുന്നു. ഞങ്ങളുടെ മുന്നിൽ ഒടുക്കം അവയൊക്കെ തോറ്റിരിക്കുന്നു. എന്റെ ജീവൻ എടുത്താലും എന്റെ മകനെ തൊടാൻ ഇനി അവർക്ക് സാധിക്കില്ല. അടുത്ത വീട്ടിൽ അവൻ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നവോമിയും ലിഡിയയും മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചാലും എന്നെയും അലനെയും രക്ഷിക്കുമെന്ന വാശിയിൽ ചോര ഒലിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലിസിന്റെ മുഖം കണ്ടുകൊണ്ട് ഞാൻ കണ്ണുകൾ അടച്ചു. അലനും ഭാര്യയും തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. അമ്മ, സ്ഥലമെത്തി. ചെറുതായി ഉറങ്ങിപ്പോയിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ശവക്കല്ലറകളിൽ പുഷ്പങ്ങൾ വെച്ച് മടങ്ങിപ്പോകുന്ന ഒത്തിരി ആളുകളെ കാണാൻ സാധിച്ചു. ലിഡിയയും അവളുടെ ഹസ്ബൻഡും നവോമിയും അവിടെ ആദ്യം തന്നെ എത്തിയിരുന്നു. എന്നെ കണ്ടതും നവോമി ഓടി അടുത്തു വന്നു. എനിക്കും അവളെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. എന്നെ കണ്ട സന്തോഷത്തിൽ ലിഡിയയും അടുത്തു വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ലിഡിയയുടെ ഭർത്താവിനെ അന്ന് ആദ്യമായാണ് ഞാൻ കണ്ടത്. കല്യാണത്തിന് വരാൻ സാധിക്കാത്തതിന് ലിഡിയ അലനോട് ക്ഷമ ചോദിച്ചു. ഞാനും നവോമിയും കൂടെ മെല്ലെ ശവക്കല്ലറയുടെ അടുത്തെത്തി. ഞങ്ങൾ അടുത്തടുത്ത 2 കല്ലറയ്ക്ക് മുകളിൽ കുറച്ച് പൂക്കൾ വെച്ചു. ഒരു നിമിഷം അവിടെ നിന്ന ശേഷം പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഒരു ചെറിയ പെൺകുട്ടി ഓടി എൻ്റെ അടുത്ത് വന്നത്. ഹലോ, ഇത് എലിസബത്ത് അല്ലേ? അതെ, ഇത് ആരാണാവോ? ഞാനൊരു വിഷയം സംസാരിക്കാൻ വന്നതാ. വിഷയമോ? ഇത്ര ചെറുപ്പത്തിലോ? ആൻറ്റിക്ക് സെൻറ്റ് പീറ്റർ ക്രോസ് എന്താണെന്നറിയാമോ? അറിയാം. എന്താ, എന്ത് പറ്റി? നിങ്ങളത് വെച്ച് എപ്പോഴേലും ആരെയെങ്കിലെയും വിളിക്കാനോ സംസാരിക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ? അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. നീ ഏതാ മോളെ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, എൻ്റെ പപ്പ ചോദിച്ചതാ. ഞങ്ങളെല്ലാവരും കൂടെ പുറത്തിറങ്ങിയപ്പോൾ ഒരു വലിയ ജീപ്പ് അവിടെ വന്ന് നിന്നു. അതിൽ നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തിറങ്ങി ആ പെൺകുട്ടിയെ പൊക്കിയെടുത്തു. മേഡം, ഇതാണ് എൻ്റെ മകൾ മാർത്ത. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എല്ലീസിനെ കാണുന്നത്. അവനെ കണ്ട സന്തോഷത്തിൽ എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. അലനോടി അവനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ഭാര്യ എല്ലാവർക്കും ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് എൻ്റെ വണ്ടിയെ ഫോളോ ചെയ്ത് വന്നാൽ മതി. എല്ലീസ് ഞങ്ങളെ എല്ലാവരെയും നോക്കി ക്ഷണിച്ചു. അലൻ്റെ പപ്പയോട് എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ ഞാനൊരു മാർഗത്തിലൂടെയും അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചില്ല കേട്ടോ. ഞാൻ മെല്ലെ എല്ലീസിൻ്റെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു. അത് കേട്ട് അവൻ ചിരിച്ചു. സോ എല്ലാം നിങ്ങൾ കാരണം തന്നെ. മാർഗരറ്റിൻ്റെയും എലിസയുടെയും കല്ലറയിലേക്ക് നോക്കി ഒരു ബായ് സിഗ്നൽ കാണിച്ചുകൊണ്ട് അവൻ വണ്ടിയിൽ കയറി. അവൻ്റെ തൊട്ടു പിന്നാലെ ഞങ്ങളും കാറിൽ ഫോളോ ചെയ്തു. മാർത്തയെയും ഞാൻ ഒപ്പം കൂട്ടിയിരുന്നു. നീ പപ്പ പറയുന്ന ഓരോരോ മണ്ടത്തരങ്ങൾ ചോദിക്കരുത് കേട്ടോ. മണ്ടത്തരമോ? എവറിത്തിങ് കൗണ്ട്സ് മാഡം, മാർത്ത കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ആ ഗ്രാമത്തിലൂടെ പതിയെ മുന്നോട്ട് നീങ്ങി. കഥ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എന്തായാലും വീണ്ടും നല്ല കഥയുമായി വരുന്നതാണ്. ലവ് യു ഓൾ.